ഹായ്, അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ ഒരു കഴിഞ്ഞ 7-8 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പബ്ലിക്കിലും മോഡലിലും സേക്കും എല്ലാം കൂടി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ തിയറി കുറേ പഠിച്ച് കഴിഞ്ഞിട്ട് അതെങ്ങനെ ചോദ്യത്തിൽ എഴുതി ഫലിപ്പിക്കണം, പേപ്പറിൽ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കണം എന്ന് ഒരു ഐഡിയ ആണല്ലോ. അതിനുവേണ്ടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുന്നതിൽ അധികം കുറച്ചുകൂടി തിയറി പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നവർക്ക് കൂടുതൽ തിയറി പഠിക്കാൻ കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ചോദ്യം ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഒന്നാമത്തെ സൊല്യൂഷൻ തൊട്ടിട്ട് അഞ്ചാമത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട് വരെയുള്ള ചാപ്റ്ററാണുള്ളത്. അതിവിടെ ടൈം സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വേണമെങ്കിൽ പഠിച്ചിട്ട് ആദ്യം പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ചില ടോപ്പിക്കുകൾ, ചില ക്വസ്റ്റ്യൻ മനസ്സിലാകുമ്പോൾ ഈ സ്റ്റെപ്പ് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മനസ്സിലായില്ല, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഡീമോട്ടിവേറ്റ് ആയിട്ട് എനിക്ക് ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ആ ഒരു കാര്യം മാത്രമായിരിക്കും മനസ്സിലാവേണ്ടുണ്ടാവും. ഇനി മുമ്പോട്ട് വരുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലായെന്നും വരും. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തരുത്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. സൊല്യൂഷനിൽ ആദ്യത്തെ ചോദ്യം, പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട ലോ ആണ്, അറിയാലോ. ലോ ഏതാണ്? ആ ലോ എന്ന് നെയിം ദ ലോ സ്റ്റേറ്റഡ് അബോവ്. നമുക്ക് ഒരുപാട് കണ്ടതാണ്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി നമ്മൾ മോൾ ഫ്രാക്ഷൻ ഒക്കെ വെച്ചിട്ട് കാണിക്കലുണ്ട്. ഇത് ഹെൻറിസ് ലോ ആണ്. ഓക്കെ, ഒരു സംശയമില്ല, ഹെൻറിസ് ലോ ആണ്. പിന്നെ റൈറ്റ് ടു ആപ്ലിക്കേഷൻസ് ഓഫ് ദ ലോ, നമ്മൾ 3 ആപ്ലിക്കേഷൻ പഠിച്ചിരിക്കുക അല്ലേ. എന്താ ഇവിടെ എഴുതിയെന്ന് നോക്കാം. ഹെൻറിസ് ലോ ആണ്, ഒരു സംശയമില്ല. അതിൻ്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ, ടു ഇൻക്രീസ് ദ സോലുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് സോഡ വാട്ടർ ഇസ് കെപ്റ്റ് അണ്ടർ ഹൈ പ്രഷർ. സോഡ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നമ്മൾ കൂടുതൽ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് ലഭിക്കാൻ വേണ്ടി അങ്ങനത്തെ ഹൈ പ്രഷറിൽ സീലാക്കിയിട്ടുള്ള വെസലിലാണ് ഇത് സൂക്ഷിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ടാങ്ക്സ് ബൈ സ്കൂബ ഡൈവേഴ്സ്, ബാക്ക് ടാങ്ക് ഉണ്ടല്ലോ, അത് ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം ടു അവോയ്ഡ് ബെൻസ്. ഓക്കെ, ആ ഹീലിയത്തിൻ്റെ കഥയൊന്നും പറഞ്ഞില്ലെങ്കിലും ടാങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും പറയണ്ട, ടു അവോയ്ഡ് ബെൻസ് ഇൻ സ്കൂബ ഡൈവേഴ്സ്, അത് ഹെൻറിസിന് ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. പിന്നെ മൂന്നാമത്തെ എന്തുണ്ട്? അനോക്സി ഉണ്ട് അല്ലേ. ആദ്യം ഇവിടെ ഇരുന്നില്ല. ഇനി ചോദ്യം ഇതുപോലെ വരും. ഇതുപോലെ വരില്ല, വേറൊരു ടൈപ്പിൽ വരും, വേറെ തരത്തിൽ ഫ്രെയിം ചെയ്തിട്ട് വരും. അപ്പോൾ നമുക്ക് അന്ന് കാണാം. അനോക്സിയും കൂടി നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ 2 ചോദിച്ചു കഴിഞ്ഞാൽ 3 എഴുതിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് ടീച്ചറിൻ്റെ മുമ്പിൽ നമ്മൾ ഇമ്പ്രസ് ആവും. അതുകൊണ്ട് കൂടുതൽ മാർക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി അറിയുന്നല്ല എഴുതി വെക്കുക, ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡിഫൈൻ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ നമുക്കറിയാം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. അതിൽ 4ാമതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റി എഴുതുക ആദ്യം. പിന്നെ എക്സ്പ്ലെയിൻ റിവേഴ്സ് ഓസ്മോസിസ് ആൻഡ് മെൻഷൻ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, എന്താണ് ഓസ്മോട്ടിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്മോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്മോസിസ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഹൈ കോൺസെൻട്രേഷൻ ഒരു സൊല്യൂഷനിലേക്ക് ലോ കോൺസെൻട്രേഷൻ സോൾവെന്റ് എല്ലാം ഇങ്ങോട്ട് ഫ്ലോ ആവുന്നതാണ്. ഒരു സെമി പെർമേബിൾ മെമ്പറിൽ നടക്കുന്നുണ്ടാവുക, അതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന ഓസ്മോസിസ്. ആ ഓസ്മോസിസിനെ നിർത്താൻ വേണ്ടി നമ്മൾ മിനിമം സൊല്യൂഷൻ സൈഡിൽ കൊടുക്കേണ്ട ആ ഒരു എക്സസ് പ്രഷർ ഉണ്ടല്ലോ, അതാണ് ഓസ്മോട്ടിക് പ്രഷർ. അതിനെപ്പറ്റി മലയാളത്തിൽ എഴുതി കൊടുക്കാം. മലയാളത്തിലല്ല, നല്ല ഇംഗ്ലീഷിലങ്ങ് എഴുതി കൊടുക്കുക. എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ ഇസ് ദ മിനിമം പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓക്കെ, സിമ്പിളാണ്. ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതേ ഒരു കണ്ടെയ്നർ പോലെ എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടാണ് ആദ്യം ഫ്ലോ നടക്കുക. ഓസ്മോട്ടിക് പ്രഷർ കൊടുത്ത് ഞാൻ തൽക്കാലം സന്തുലിതാവസ്ഥയിൽ നിർത്തി, ഇക്വിലിബ്രിയത്തിൽ നിർത്തി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മിനിമം പ്രഷറാണ്. അതിൽ കൂടുതൽ പ്രഷർ ഞാൻ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സൊല്യൂഷനെയും കൂടി സോൾവെന്റിലേക്ക് കടത്തി വിടുക എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഉപ്പ് വെള്ളം അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉപ്പൊന്നും അങ്ങോട്ട് കിടക്കില്ല. അത് ഈ SPMൽ തട്ടി നിൽക്കും, ശുദ്ധജലമായിരിക്കും ഇങ്ങോട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. എന്താ എഴുതിയെന്ന് നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ ഇസ് അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്. Now the pure solvent flows out of the solution through the semi-permeable membrane. ഒന്നുമില്ല, ജസ്റ്റ് ഒരു പോയിന്റ് ഇത്തരത്തിൽ നീട്ടി വലിച്ച് എഴുതിയാൽ തന്നെ മാർക്ക് വീണോളൂ, ഉറപ്പുള്ള കാര്യം. ഡീസലൈനേഷൻ ഓഫ് സോൾട്ട് വാട്ടർ, സീ വാട്ടറിന് സോൾട്ടിന് ഒഴിവാക്കാൻ വേണ്ടി. അടുത്തതിലേക്ക് കിടക്കാം. ഞാൻ സ്പീഡ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടുണ്ട്, 150ഓളം പേജുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, എന്ന് വിചാരിക്കില്ലേ. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്ടോപ്പ് വിത്ത് എക്സാമ്പിൾ. നമ്മളിപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്ടോപ്പ് എന്ന് കണ്ട ഉടനെ ആൾക്കാരെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ റാവൾസ് ലോന്റെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉടനെ അത് മാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെപ്പറ്റി എഴുതുന്നവരുണ്ട്. ആ ഒരു ഡെഫിനേഷൻ അല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് തലതിരിച്ച് പഠിച്ചു നോക്കുക, അല്ലെ ഓർക്കുന്നില്ലേ? അതായത് അസിയോട്രോപ്പ് മിനിമം ബോയിൽ എന്ന് പറഞ്ഞാൽ മിനിമം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ അത് ബോയിൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് ആലോചിച്ച് നോക്കുക. അതാണെങ്കിൽ ഓൾറെഡി ഇങ്ങനെ പൊന്തി വെക്കുക, ചെറിയൊരു ടെമ്പറേച്ചർ കിട്ടിയാൽ ഇങ്ങനെ തിളച്ച് മറിയാൻ കാത്തിക്കുക. അങ്ങനെ ആൾക്കാരെയാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന റാവൾസ് ലോ എന്നുള്ള ആൾക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ പോസിറ്റീവ് ഡിവിഷൻ കാണിക്കുന്നവരെ പറ്റിയാണ് എന്ന് സാരം. ഇതിൻ്റെ എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഇസ് എ സൊല്യൂഷൻ ഷോൺ ബൈ ദ നോൺ ഐഡിയൽ പെയേഴ്സ് ഷോയിങ് പോസിറ്റീവ് ഡിവിഷൻ. സിമ്പിളാണ്. പോസിറ്റീവ് ഡിവിഷൻ വേണമെങ്കിൽ ആ ഗ്രാഫും കൂടി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക, പിന്നെ നിർബന്ധമൊന്നുമില്ല, വരച്ചാൽ സമയം ഉണ്ടെങ്കിൽ വരയ്ക്കാം എന്തായാലും. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഒരു തന്നിട്ടുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എല്ലാത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസിയോട്രോപ്പിന്, അതായത് പോസിറ്റീവ് ഡിവിഷൻ നെഗറ്റീവ് ഡിവിഷൻ, അതിന്
2 എക്സാമ്പിൾ ഇതും പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. വാട്ടർ ആൻഡ് എഥനോളാണ് പോസിറ്റീവ് ഡിവിഷന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ അതിൻ്റെ കോമ്പോസിഷൻ ഒന്നും പഠിക്കണ്ട. വാട്ടർ എഥനോളും കൂടുമ്പോൾ എന്താവും, പോസിറ്റീവ് ഡീവിയേഷൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പഠിച്ചു വെക്കുക. അതായിരിക്കും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അത് തിരിച്ച് പഠിക്കുക. വാട്ടർ ആൻഡ് എഥനോളാണ് എക്സാമ്പിൾ എന്ന് പഠിക്കുക രണ്ടിനും. ശരി, ഇനി മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, ഇത് മിനിമം ആണ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അതാണെങ്കിൽ എന്തായിരിക്കും, മാക്സിമം ബോയിലിംഗ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതായത് ഇവിടെ നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടറും HNO3 ആണ്. HNO3 എന്ന് പറയുന്നത് അറിയാലോ, നൈട്രിക് ആസിഡ്. വാട്ടറും നൈട്രിക് ആസിഡും ചേർന്ന സംഭവങ്ങൾ നെഗറ്റീവ് ഡിവിഷനാണ് കാണിക്കുക. അതായത് കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തിട്ട് വേണം അതിനെ ഉയർത്താൻ വേണ്ടി. അതുകൊണ്ട് ഇത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. ഇപ്പോൾ നോട്ട്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ, എല്ലാം പഠിക്കുക. അടുത്തേക്ക് വെക്കാം. യു ആർ ഗിവൺ എ സാമ്പിൾ ഓഫ് പോളിമർ ആൻഡ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഇറ്റ് മോളാർ മാസ്. വിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വിൽ മോർ എഫക്റ്റീവ് ടു ഫൈൻഡ് ഇറ്റ്? എന്ന് വെച്ചാൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നാലെണ്ണം പഠിച്ചല്ലോ. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത്തരത്തിൽ പോളിമറിൻ്റെ അതുപോലെ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ടിൻ്റെ ഒക്കെ മാസ് കണ്ടുപിടിക്കാൻ, മാസ് അല്ല മോളാർ മാസ് കണ്ടുപിടിക്കാൻ. ആ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഇതിൽ 4 ഏത് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനത്തെ പോളിമർ എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ ചെറിയ കണികളായിരിക്കും, വളരെ ചെറുത്. അതിൻ്റെയൊക്കെ എങ്ങനെ ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഓസ്മോട്ടിക് പ്രഷറാണ്. ഓസ്മോട്ടിക് പ്രഷർ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് റിലേറ്റീവ് ബോയിലിംഗ് ഇൻ വേപ്പർ പ്രഷർ, അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ കാര്യമായിട്ടില്ലെങ്കിലും പ്രഷറിലൊക്കെ വ്യത്യാസം വരുത്തേണ്ടി വരും. പിന്നെ ഒരു ഇതുണ്ടല്ലോ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലാണെങ്കിൽ നിങ്ങൾ 100 ഡിഗ്രി വരെ തിളക്കുന്ന കത്തിക്കണം. അതുപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ 0 ഡിഗ്രിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷനിൽ തന്നെ ഒരു T ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല, എന്നാലും T ഉണ്ട്. അതുകൊണ്ട് അത് ഏത് ടെമ്പറേച്ചറിൽ നമുക്ക് നടത്താൻ പറ്റും, അതിനനുസരിച്ച് ഇക്വേഷനിൽ എഴുതിയാൽ മതി. അതുകൊണ്ട് പോളിമറിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. അതിൻ്റെ റീസൺ ആണ് B ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഏതാണ്ട് ഒരു ചോദ്യം തന്നെ. 2 ചോദ്യം കൊണ്ട് ആകെ 3 മാർക്കോളം നമുക്ക് കിട്ടി. ഓസ്മോട്ടിക് പ്രഷർ, അതർ പ്രോപ്പർട്ടീസ് ഗീവ് ലോ വാല്യൂസ് ഫോർ ആൻഡ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ. ലോ വാല്യൂസ് ആയിരിക്കും കാണിക്കുക. മറ്റെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ വളരെ ലോ വാല്യൂ ആയിരിക്കും കിട്ടുക. അതൊന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെറിയ കണങ്ങളല്ലേ. പക്ഷേ ഇത് ചെറിയ കണങ്ങൾക്ക് പോലും ഓസ്മോട്ടിക് പ്രഷർ വലിയ വാല്യൂകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാം. അറ്റ് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് മെഷർ ചെയ്യാം വിത്തൗട്ട് ഹീറ്റിംഗ്. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വാൻ ഹോ ഫാക്ടറിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ വരാം. നിങ്ങൾ ആ ഒരു മോളാർ മാസ്, അബ്നോർമൽ മോളാർ മാസ്, അങ്ങനെ ആ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് മാത്രമായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അഥവാ ഇങ്ങനത്തെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ എഴുതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ NaCl എന്ന് വെച്ചൊരു സംഭവത്തിൻ്റെ വാൻ ഹോ ഫാക്ടർ എത്ര എന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ മനസ്സിലാകുമ്പോൾ ഒരു പ്രശ്നം തോന്നും. അതായത് ഈ ലോജിക്ക് അല്ലല്ലോ, ഈ ലോജിക്ക് അവിടെ എന്താ ഇങ്ങനെ, ഇവിടെ എന്താ ഇങ്ങനെ, നിങ്ങൾക്ക് തോന്നും. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. NaCl, Naയിൽ ഒരു അയോൺ ഉണ്ട്. Na ഒരു അയോണാണ്, Cl ഒരു അയോണാണ്. അപ്പോൾ ആകെ 2 അയോൺ ഉണ്ട്. ഒരു അയോൺ ഇവിടെ, ഒരു അയോൺ ഇവിടെ. ആകെ എത്ര അയോൺ ഉണ്ടോ അത് തന്നെയാണ് I എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 2 ആണല്ലോ. 2 ആണ് ഇവിടുത്തെ വാൻ ഹോ ഫാക്ടർ Iൻ്റെ വാല്യൂ. പിന്നെ AlNO3, Al ഒരെണ്ണം ഉണ്ട്. NO3 നോക്കണ്ട, അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളേ. അത് ത്രൈസ് എന്ന് വേറെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഉണ്ട്. ഓക്കെ, 3 ത്രൈസ്, അപ്പോൾ അത് 3 ഉണ്ട്. പിന്നെ Al 1 ഉണ്ട്. അപ്പോൾ 1, 3, 3, 4 ആയിരിക്കും ഇവിടുത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് 2, 2, 2, 4 അല്ല, 4, 2, 6, 6, 1, 7 അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇവിടെ അതല്ല. K2 അതൊക്കെ, അത് 2 തന്നെയുണ്ട്. അത് 2 അതിൽ സംശയമില്ല. പക്ഷേ SO4 എന്ന് പറയുന്നത് അത് -1 ചാർജുള്ള ഒരു ഒറ്റ അയോണാണ്. അതുകൊണ്ട് ഇത് ഒറ്റ അയോണായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. SO4 മൈനസ് എന്ന് പറയുന്നത്, SO4 എന്ന് പറയുന്നത് 2, 1, 3, 3 എണ്ണമാണ്. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു ചെറിയ പ്രശ്നം മാത്രം, വേറെ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഒറ്റ ചെയ്യാൻ പറ്റും. Al2 2 അല്ലേ. പിന്നെ ഇവിടെ ആണെങ്കിലോ SO4 അത് നോക്കണ്ട, ത്രൈസ്, അപ്പോൾ 3 അല്ലേ. അപ്പോൾ 2, 3, 5 അപ്പോൾ 4 4 മാർക്ക് കിട്ടിയേ. സിമ്പിൾ, അതിൻ്റെ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത്. യെസ്, നമുക്ക് അടുത്തിലേക്ക് വരാം. അപ്പോൾ മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് അസറ്റോൺ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, വാട്ട് ഈസ് മെന്റ് ബൈ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ? ഓക്കെ, അല്ല പോസിറ്റീവ് ആട്ടോ. ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മുടെ പഴയ ഒരു ഗ്രാഫ് ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഗ്രാഫ് വരച്ച് വെക്കാം. ഓക്കെ, ഒരു കുഴപ്പമില്ല. ആ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് അടയാളപ്പെടുത്താൻ കഴിയുമെങ്കിൽ അടയാളപ്പെടുത്തുക. എന്താണിത്? റാവൾസ് ലോ ആണ്. റാവൾസ് ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളിലോ അതിനേക്കാൾ കൂടുതൽ പ്രഷർ കാണിക്കുന്നതിനാണല്ലോ നമ്മൾ ഇത്തരത്തിൽ എന്ത് പറയുക, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുക. അതങ്ങ് പറഞ്ഞു കൊടുക്കുക, എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് നല്ല എങ്ങനെ അറിയുന്നുണ്ടോ അങ്ങനെ അങ്ങ് എഴുതി കൊടുക്കുക. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം വേണമല്ലോ, വെറുതെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അധികം നോക്കാത്തൊരു സംഭവമാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 സംഭവങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള നോൺ ഐഡിയലിറ്റി അങ്ങനെയൊന്നും കാണിക്കില്ല. ഐഡിയൽ സൊല്യൂഷൻ പോലെ തന്നെയായിരിക്കും അത് ബിഹേവ് ചെയ്യുക. പക്ഷേ അത് തമ്മിൽ മിക്സ് ആക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒന്നെങ്കിൽ പോസിറ്റീവ് ഡിവിഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോണ്ടുകൾ, അതൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് വീക്ക് ആവും. അതായത് 2 ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും 2, പക്ഷേ അത് കൂടി വരുമ്പോൾ വീക്ക് ആവും. അപ്പോൾ വീക്ക് ആവുമ്പോൾ എന്തായിരിക്കും, അത് ഓൾറെഡി ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ വിചാരിക്കുന്നത്, ഓസ്മോട്ടിക് പ്രഷർ അല്ല
വേപ്പർ പ്രഷർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാണിക്കും. ഇതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാണിക്കും. കാരണം ബോണ്ട് വീക്കായി. ഇപ്പോൾ എഥനോൾ അസറ്റോണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വീക്കായി നമുക്ക് പറയാം. ഓക്കെ, ബേസിക്കലി ബോണ്ട് വീക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, റാവൾസ് ലോയിനേക്കാളും പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാളും പോസിറ്റീവായിട്ട് കാണിക്കുന്നവരാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചതിന് ഒരു കയ്യും കണക്കില്ല. നോക്ക് എത്ര വർഷങ്ങളാണ് ചോദിച്ചെന്നുണ്ടോ. അതുപോലെ സെക്കൻഡ് ടേം, മോഡൽ, ഫസ്റ്റ് ടേം എല്ലാത്തിലും ചോദിച്ചൊരു സംഭവം. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് അടിയിൽ അതിൻ്റെ ഉത്തരം അടിയിലേക്ക്, സോറി. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ. ചോദ്യം തരുന്നു, ചോദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഹെൻറീസ് ലോ എന്താണെന്ന് പറയാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ഗിവ് 2 ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് 3 പറഞ്ഞേക്കാം. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. കേട്ട് മടുത്തു അല്ലേ? ഓക്കെ, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോഡ വാട്ടർ, ബോട്ടിൽസ് ആർ സീൽഡ് ഇൻ ഹൈ പ്രഷർ. ഓക്കെ, അവോയ്ഡ്സ് ബെൻസിൻ, സ്കൂബ ഡൈവേഴ്സ്. ഓക്കെ, പിന്നെ അനോക്സിയ, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ആൾക്കാരുണ്ടല്ലോ അവർക്ക് പിടിപെടുന്ന ഒരു രോഗം അനോക്സിയ. 2 ചോദിച്ചെങ്കിൽ 3 എഴുതുക, ഒരു കുഴപ്പമില്ല. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡിഫൈൻ വാൻ ഹോ ഫാക്ടർ. വാൻ ഹോ ഫാക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ഒരു ചോദ്യം. അസ്യൂമിങ് ദ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് KCl ഇൻ അക്വ സൊല്യൂഷൻ പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് വാൻ ഹോ ഫാക്ടർ. KCLനെ സംബന്ധിച്ചിടത്തോളം വാൻ ഹോ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 2 ഈസിയായിട്ട് പറയാൻ പറ്റും. അത് വാൻ ഹോ ഫാക്ടർ എന്ന് വെച്ചാൽ നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഡെഫിനേഷനായി. അസ്യൂമിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ KCl, KL എത്രണ്ട് 1, CL എത്രണ്ട് 1, 1 2. സിമ്പിളാണ്. ഇപ്പോൾ 2 3 മാർക്ക് അവിടെ വീണു. അടുത്തേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, എനിക്കിങ്ങനെ പെട്ടെന്ന് പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് തീർക്കാണ്ടായി, 150 പേജുള്ളതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കല്ലേ. ബെൻസീൻ ആൻഡ് ടുളുവിൻ. ബെൻസീൻ ആൻഡ് അയ്യോ അതാദ്യം പറഞ്ഞല്ലോ, പേരില്ല സാദൃശ്യം നോക്കിയാൽ അന്ന് പറഞ്ഞില്ലേ. ഫിനോൾ, അനിലിൻ, വലിയ സാദൃശ്യമൊന്നുമില്ല. എഥനോൾ, അസറ്റോൺ, കുറച്ചുണ്ട് എന്നാലും ഒരു സുഖമില്ല. അസറ്റോൺ, ക്ലോറോഫോം, വലിയ സുഖമില്ല. ബെൻസീൻ, ടൊളുവിൻ ഒരുപോലെ ഇല്ലേ, അതാണ് നോക്കേണ്ടത്. ക്ലോറോ ഈതേൻ, ബ്രോമോ ഈതേൻ, ബെൻസീൻ, ടൊളുവിൻ, ഇങ്ങനത്തെ സംഭവമൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നോക്കണ്ട, കുത്തിക്കൊള്ളുക. അതാണ് ആൻസർ. അപ്പോൾ അത് ഒറ്റ മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതുക. നെക്സ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെൻട്രേഷൻ ടേം ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ഇത് നല്ല ചോദ്യമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ എൻ്റർ സൊല്യൂഷൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വോളിയം എന്നൊരു ടേം അവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അവിടെ മാസ് ഡിവൈഡ് ബൈ വോളിയം ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് കിട്ടുക. വോളിയം അവിടെ എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ വോളിയം പെർസെൻറ്റേജ് ആണെങ്കിൽ വോളിയം ബൈ വോളിയം ഇൻറ്റു 100 ഒക്കെ ചെയ്യുമ്പോൾ അത് കിട്ടും. അപ്പോൾ ഇതിലും വോളിയം വന്നിട്ടുണ്ട്. മൊളാലിറ്റി നോക്ക്, മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ ഗ്രാംസ് ഒക്കെയാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനെന്ന് പറയട്ടെ, ഡിപ്പെൻഡ് ആവുന്നത് വോളിയാണ്. വോളിയം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു മൊളാരിറ്റിയിൽ വ്യത്യാസം വരും. വോളിയം എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ആ ഒരു ടേംസിൽ ഫുള്ളും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് വോളിയായിട്ട് ഒരു ബന്ധമില്ല, മാസ് ആൻഡ് മോൾസ് ആണ്. മോൾസിൽ ഒരു വ്യത്യാസം വരില്ല. ടെമ്പറേച്ചർ കൂട്ടിയാൽ മോൾസ് ഒന്നും കൂടില്ല, മാസും കൂടില്ല. മാസ് ഇസ് കൺസേർവ്ഡ് എന്നൊക്കെ അല്ലേ. അതുകൊണ്ട് അത്രയും എഴുതി കഴിഞ്ഞാൽ അതൊന്നും എഴുതണ്ട, അതൊക്കെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ലോജിക്ക് ഇതാണ്. സോറി, മൊളാലിറ്റി ആട്ടോ. മൊളാലിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, നല്ലൊരു ചോദ്യം. ഓസ്മോട്ടിക് പ്രഷർ. യെസ്, പഠിച്ചാണല്ലോ. ഓസ്മോട്ടിക് പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തന്നെയാണ്, ഒരു സംശയമില്ല. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ എലവേഷൻ സംഭവിക്കുന്നു, ഉറപ്പായിട്ടും അതൊരു ഇത് തന്നെയാണ്. വേപ്പർ പ്രഷറും പഠിച്ചതാണ്. അപ്പോൾ അതൊരു ഇതാണോ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ നോക്കാം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും ഡെഫിനറ്റ്ലി അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ അല്ലാതിരിക്കുന്ന വേപ്പർ പ്രഷർ എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് വേപ്പർ പ്രഷർ അല്ല. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്. വെറും വേപ്പർ പ്രഷർ എന്ന് എഴുതി കഴിഞ്ഞാൽ വേറെ അർത്ഥമായിരിക്കും. അതുകൊണ്ട് അതൊരിക്കലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് കൂട്ടൂല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തെറ്റുത്തരം. സോറി, ഇതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇതാണ് ഇവിടുത്തെ തെറ്റ്, അതായത് ഇതാണ് ഇവിടുത്തെ ശരി. പിന്നെ ഇത് ഓസ്മോട്ടിക് പ്രഷറിന് പകരം ഓസ്മോസിസ് ആണെന്ന് വിചാരിച്ചു. ഓസ്മോസിസ് അത് ആ പ്രോസസ്സിനെയല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണോ? അതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഓസ്മോട്ടിക് പ്രഷറാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒരു സംഭവം മനസ്സിലായല്ലോ. അധികം എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ വേണ്ടല്ലേ. വേപ്പർ പ്രഷറാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ് ഈസ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. ചാർജ് കുറവല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. എന്താണ് ഒരു കിലോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നേരത്തെ കോൺസെൻട്രേഷൻ പഠിച്ചല്ലോ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സോൾവെന്റിന്റെ മാസ്, അതാണ് നമ്മൾ മൊളാലിറ്റി എന്ന് പറയുക. ഓക്കെ, അതാ മറ്റേ നോട്ട്സിന്റെ ഡെഫിനേഷനൊക്കെ ഉണ്ട്, നോക്കുക. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അത് ചെയ്യുമ്പോഴാണ് മോൾ ഫ്രാക്ഷൻ കിട്ടുക. മൊളാലിറ്റി കിട്ടുകയാണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് തന്നെ ഡിവൈഡഡ് ബൈ വോളിയാണ് ചെയ്യേണ്ടത്. ഇവിടെ മൊളാലിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ആണ് ചെയ്യുക. പിന്നെ മോളാർ മാസ് ആണെങ്കിൽ അത്
കോൺസെൻട്രേഷൻ ടൈം പോലും അല്ലെന്ന് തോന്നുന്നു. മോളാർ മാസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് മാസിനെ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല. അപ്പോൾ മൊളാലിറ്റിയാണ് നമുക്കിവിടെ വേണ്ടത്. അതിന് ഉത്തരം ശരിയിടുക, മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യം എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് കോൾഡ്. നേരത്തെ പോലെ തന്നെ നമ്മൾ പഠിച്ചല്ലോ, മോൾസ് ബൈ വോളിയം ചെയ്യാനാണ് ഇവർ പറയുന്നത്. എന്താണ്? പ്രസന്റ് ഇൻ പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? വോളിയത്തിന്റെ എസ് യൂണിറ്റ് ആണല്ലോ. യൂണിറ്റ് അല്ല, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണല്ലോ. പെർ ലിറ്റർ എന്ന് പറയുന്നത് അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, മൊളാരിറ്റി. ഓക്കെ, അത് നിങ്ങൾക്കൊന്ന് നോട്ട് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അത് മനസ്സിലായിക്കോളും. 2 സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് കോൾഡ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്, അധികം ശ്രദ്ധിച്ചിട്ടൊന്നും അല്ലെങ്കിലും. 2 സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷറിനെയാണ് നമ്മൾ ഐസോടോണിക് എന്ന് പറയുക. ഐസോടോണിക് ഓസ്മോട്ടിക് പ്രഷർ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഐസോടോണിക് ആണ് അടുത്ത ഉദ്ദേശം. ഐസോടോണിക് സൊല്യൂഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. അതിവിടെ കൊടുക്കുക, മുന്നോട്ട് പോവുക. ഇത് കൺവേർഡ് ചോദിച്ചാലായിട്ടോ. ദ കോൺസെൻട്രേഷൻ ടേം ദാറ്റ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ ഈസ്, നമ്മൾ കണ്ടതാണ്, മാസ്. മാസ് ഒരു കോൺസെൻട്രേഷൻ ടേം ആണോ? എന്തെങ്കിലും ആട്ടെ, മാസിൽ വ്യത്യാസം വരില്ല. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ മാസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരു വ്യത്യാസം വരില്ല. മോൾ ഫ്രാക്ഷൻ, ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ബൈ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ, അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരു വ്യത്യാസം വരില്ല. മൊളാലിറ്റി, അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മാസ് അല്ലേ? അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ? വരില്ല. പക്ഷെ പെട്ടെന്ന് ആൾക്കാർ ഇത് കുത്തിപ്പോവും. പക്ഷേ ചോദിച്ചെന്താണ്? വേരീസ് വിത്ത് ടെമ്പറേച്ചറാണ്. അപ്പോൾ മൊളാരിറ്റി അല്ലേ ശരി? മോൾ ബൈ വോളിയം ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവുക, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇത് മാറുക. അപ്പോൾ മൊളാരിറ്റിയാണ് കറക്റ്റ് ആൻസർ ഇവിടുത്തെ. അത് ഇടുക, മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ പ്രഷർ ദാറ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ടു സൊല്യൂഷൻ ഈസ് കോൾഡ്. കണ്ടേ അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ. അതിലധികം എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. അപ്പോൾ 17 ചോദ്യത്തിൽ തോന്നുന്നു. യെസ്, സ്റ്റേറ്റ് റാവൾസ് ലോ. ഓക്കെ, നമ്മുടെ മെയിൻ ആൾ വന്നു. റാവൾസ് ലോ എന്താണെന്ന് പറയുക. കൂടുതലൊന്നും പറയണ്ട, ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞാൽ മതി. എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ കമ്പോണന്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഈസ് പ്രൊഡക്റ്റ് ഓഫ് പ്യൂർ കമ്പോണന്റ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ. എന്താ കൊടുത്തതെന്ന് വെച്ചാൽ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് ആ ഒരു മോൾ ഫ്രാക്ഷനും പിന്നെ അതിന്റെ പ്യൂർ ആയിരിക്കും എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, PA0, അതിന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. അല്ല, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ ഫോർ വോളറ്റൈൽ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞൂടെ? ഓക്കെ, പിന്നെ ആ ഒരു സംഭവം എഴുതി വെക്കാം. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പിന്നെ കഴിയുകയാണെങ്കിലല്ല, ഇവിടെ നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഗ്രാഫ് വരയ്ക്കുക, നമുക്കറിയാലോ, നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം പോലെ വായിച്ചു നോക്കാം. ഇനി സമയമൊന്നും ഇല്ല, ആകെ 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വാട്ട് ആർ ഐസോടോണിക് സൊല്യൂഷൻ? ഐസോടോണിക് നേരത്തെ തൊട്ടും വേണ്ടതാണ്, ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള ആൾക്കാർ. ഗീവ് 1 എക്സാമ്പിൾ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധ്യത കുറവാണ്, അതൊന്ന് പഠിച്ചേക്ക് ഇപ്പോൾ, അത് നല്ലത്. 2 സൊല്യൂഷൻ ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. എക്സാമ്പിൾ 0.9 NaCl ആൻഡ് ബ്ലഡ്. ഇത്രയും കോൺസെൻട്രേഷനുള്ള NaC, മാസ് ബൈ വോളിയം അല്ല, മാസ് ബൈ മാസ് തന്നെ. NaCl ആൻഡ് ബ്ലഡ് നമ്മളെ ഇഞ്ചക്ഷനിൽ അടിക്കുമ്പോൾ ഇത്ര ഇൻട്രാവെനമസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പഠിച്ചു വെക്കുക. ഇത് മാത്രമേ നമ്മൾ ഇതിൽ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഈ ഒരു പാഠത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. യെസ്, അത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്കിനി ഇലക്ട്രോ കെമിസ്ട്രി നോക്കാം. അതിനു മുമ്പ് ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. ഈ വീഡിയോ ഒക്കെ ഈ നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണുന്ന പോലെ ഇരുന്ന് കാണരുത് കേട്ടോ. അതായത് ലാഘവത്തോടെ വെറുതെ ബെഡിലൊക്കെ കിടന്ന് അങ്ങനെയൊന്നും കാണാതെ കുറച്ചൊരു ശ്രദ്ധിച്ചിട്ട് തന്നെ, എവിടെ കിടന്നാലും ശ്രദ്ധിക്കാം, എന്നാലും മര്യാദയ്ക്ക് കാണുക. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് എന്താ? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ബാറ്ററി. നമ്മൾ ആകെ 2 എക്സാമ്പിളേ പഠിച്ചിട്ടുള്ളൂ പ്രൈമറിക്ക്. 2-നും 2 ഇതേ പഠിച്ചിട്ടുള്ളൂ. പ്രൈമറിൻ്റെ എക്സാമ്പിൾ ഏതാ? ഒന്ന് മെർക്കുറിക് സെല്ല്, മറ്റേത് ഡ്രൈ സെല്ല്. അത് 2 എഴുതിയാൽ മതി. 2-ൽ നിന്ന് 1 എഴുതിയാൽ മതി. 2 എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഡ്രൈ സെല്ല് അല്ലെങ്കിൽ മെർക്കുറിക് സെല്ല്. അതിന് ബട്ടൺ സെല്ല് എന്നും പറയും. മറ്റേ പഴയ ഫോണിലൊക്കെ ഉള്ള ഒരു സംഭവമില്ലേ, ബട്ടൺ സെല്ല്, ചെറിയ സെല്ല്. അടുത്ത ചോദ്യത്തിലേക്ക്. എക്സാമ്പിൾ ഓഫ് ദ സെക്കൻഡറി സെൽ. നമ്മളിപ്പോൾ പ്രൈമറി കണ്ടേ, ഡ്രൈ സെല്ല് തൊട്ട് മുമ്പ് പ്രൈമറി കണ്ടതാ. മെർക്കുറി സെല്ലോ തൊട്ട് മുമ്പ് കണ്ടതാ. ലെഡ് സ്റ്റോറേജ് സെല്ലോ അത് തന്നെയാണ്. ഓൾ ഓഫ് ദ അബവ് അതൊരിക്കലും വരുമില്ല. അപ്പോൾ ലെഡ് സ്റ്റോറേജ് സെല്ല് കുത്തുക, പോവുക, മാർക്ക് കിട്ടിയേ. അടുത്ത ചോദ്യത്തിലേക്ക്. ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഗാൽവാനിക് സെൽ ഈസ് നിയർലി. ഓക്കെ, അതൊന്ന് നിങ്ങൾ കാണാപ്പാടൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആയിരിക്കും. അത് അതിൻ്റെ ആ ഒരു കാതോട് മൈനസ് ആനോട് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംഭവമാണ്. അതൊന്ന് പഠിച്ചു വെക്കുക. അത് അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണമല്ലോ. സ്റ്റേറ്റ് കോളറാഷസ് ലോ. കോളറാഷസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്ന് അത് മനസ്സിലാക്കേണ്ടത്. എന്തിനായിരുന്നു നമ്മൾ കോളറാഷസ് ലോ ഉപയോഗിച്ചത്? നമ്മൾ ഇത് ഒരു ഇലക്ട്രോമോട്ടീവ് സെല്ലല്ല, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായത്, ഇവിടെ ഞാൻ കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഞാൻ ആ ഒരു മോളാർ കണ്ടക്ടിവിറ്റീനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഡൈല്യൂഷൻ കൂടുകയെന്ന് വെച്ചാൽ എന്താ, കൂടുതൽ വെള്ളം ചേർക്കുക. കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ എന്താവും, കൂടുതൽ ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഞാൻ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി വന്നിട്ട് അവസാനം ഇവിടെ ഒരു പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ എനിക്ക് ഇങ്ങനെ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയി ലാംഡ നോട്ട് കിട്ടും. ഓക്കെ. പക്ഷെ അതേസമയം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ്, ഇതിപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് എടുത്തത്, ഞാനത് എഴുതി വെച്ചേക്കാം. പക്ഷേ അതേസമയം ഞാനൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരുന്നു എടുക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ആദ്യം അത് അങ്ങനെ കാണിക്കും, പിന്നെ എക്സ്പോണൻഷ്യലി ഒറ്റ പോകാം. പിന്നെ എവിടെയാണെന്ന് നമുക്ക് കിട്ടൂല. ഇതിലാണ്ട് ഇൻഫിനിറ്റി കൂട്ടി മുട്ടുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അതൊരിക്കലും ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് പറഞ്ഞത് ഇത് എന്തിനായിരുന്നു കൊളറാഷസ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറ്റിയിരുന്നു. ഇനി എന്താണ് കൊളറാഷസ് ലോ, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇതാണിത്. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഓർ സ്ട്രോങ്ങിലും നമുക്ക് പറയാൻ പറ്റും. ജനറലി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇവിടെ പറയണേ പറഞ്ഞൊരു കുഴപ്പമില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ആനയോൺസ് ആൻഡ് ദ കാറ്റയോൺസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു ലാംഡ നോട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ്, ഓക്കെ മര്യാദയ്ക്ക് എഴുതട്ടെ, സോറി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ലാംഡ നോട്ട് ഓഫ് ആരുടെ കണ്ടുപിടിക്കുക, ഒരു CH3COOHൻ്റെ അസെപ്റ്റിക് ആസിഡിൻ്റെ. അപ്പോൾ ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം. ഇതിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു പറയുന്നത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്, ആനിയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ഈ ഒരു മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടല്ലോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അവരുടെ സമായിരിക്കും. ഇവിടെ CH3COO ഞാൻ എടുത്തു എന്ന് വിചാരിച്ചോ, ഇവിടെ COO എടുത്തു, ഇത് മൈനസ് ആണ്, ഇത് ആനിയോൺ ആണ്. ഓക്കെ. പിന്നെ ലാംഡ നോട്ട് ഇവിടെ H എടുത്തു, അത് ഇവിടുത്തെ കാറ്റയോൺ ആണ് അല്ലേ? അതെ. അപ്പോൾ അവർ തമ്മിൽ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇത് കിട്ടുക. ഇതും നമുക്ക് ചിലപ്പോൾ നോൺ ആയിരിക്കും, നോൺ വാല്യൂ ആയിരിക്കും, ഇതും നോൺ വാല്യൂ ആയിരിക്കും. അത് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ കിട്ടും. ഇതൊരിക്കലും ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല, പക്ഷേ ഇത് തമ്മിൽ കൂട്ടിയിട്ട് കണ്ടുപിടിക്കാനും കഴിയും. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കുറേ പേര് ചോദിച്ചിരുന്നില്ല ന്യൂമറിക്കൽ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, എൻ്റെ ചെയ്യാം. അതിലേക്ക് ഒന്ന് എത്തട്ടെ. ദ പൊട്ടൻഷ്യൽ അസൈൻഡ് ടു ദ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. നമ്മൾ പണ്ടേ പഠിച്ചതാണ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴാണെങ്കിലും, അതിപ്പോൾ ഓക്സിഡേഷൻ ആണെങ്കിലും റിഡക്ഷൻ ആണെങ്കിലും 0 വോൾട്ട് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇതൊന്നും കുത്തരുത്, 0 വോൾട്ട്. SHE ഓർത്ത് വെക്കുക. അങ്ങനെയാണ് അടുത്തയിലേക്ക് പോകും. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ലോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. എന്തിനാണ് കൊളറാഷസ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? അതിന് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. യെസ്, അത് തന്നെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സെക്കൻഡറി സെൽ? നമ്മൾ നേരത്തെ കണ്ടതാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലല്ല, സെക്കൻഡറി സെല്ലോ. സെക്കൻഡറി സെൽ. ഓക്കെ, ഡാനിയൽ സെല്ലല്ല, ഡ്രൈ സെല്ലല്ല, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് നമുക്ക് സെക്കൻഡറി സെൽ എന്ന് പറയാൻ കഴിയുന്ന സംഭവം. നണ്ണല്ല. ഇതുണ്ടല്ലോ നേരത്തെ കണ്ട അതേ സംഭവം ഒന്ന് ഫ്രെയിം മാറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷനായി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത, വാട്ട് ഈസ് എ ഫ്യൂവൽ സെൽ? ഫ്യൂവൽ സെല്ലിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫ്യൂവൽസ് ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഉണ്ട്, മീഥേൻ ഉണ്ട്. ഇവരെയൊക്കെ മിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കമ്പസ്റ്റനിലൂടെ, കത്തുന്നതിലൂടെ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജീനെ ഡയറക്റ്റ്ലി എനിക്ക് കെമിക്കൽ എനർജി അല്ല, ഡയറക്റ്റ്ലി ആ ഒരു കമ്പസ്റ്റൻ എനർജീനെ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസസിനെയാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക. പിന്നെ അടുത്ത ചോദ്യം അവിടെ നോക്കാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഫ്യൂവൽ സെൽ ആർ ദ ഗാൽവാനിക് അല്ല കേട്ടോ, എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. ഫ്യൂവൽ സെൽസ് ആർ ദ സെൽസ് ദാറ്റ് കൺവേർട്ട് ദ എനർജി ഓഫ് ഫ്യൂവൽ കമ്പസ്റ്റൻ ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് റൈറ്റ് ദ ഓവറോൾ സെൽ റിയാക്ഷൻ ഓഫ് H2O ടു ഫ്യൂൽ സെൽ. H2O ടു ഫ്യൂൽ സെല്ലിന് നമ്മൾ അവിടെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാനോഡിൻ്റെയും കാഥോഡിൻ്റെയും വെവ്വേറെ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഓവറോൾ എങ്കിലും പഠിച്ചു വെക്കുക. അത് സത്യം പറഞ്ഞാൽ വാട്ടർ ഫോർമേഷൻ്റെ തന്നെ ഒരു ഇതാണ് അല്ലേ. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഇവിടെ ഈ ഒരു ബാലൻസ് ഉണ്ടല്ലേ, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ഉണ്ടല്ലേ, അതെ. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് H2O ആണ്. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ആ ഒരു തരത്തിലുള്ള പൊല്യൂഷൻ അവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു H2O ഫ്യൂൽസിൽ ഉപയോഗിക്കുന്നത്. വെയിറ്റ്, സോറി, നമുക്കിങ്ങനെ ദിവസവും ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു ഇവിടെ അഡ്മിഷൻ വേണം, അവിടെ അഡ്മിഷൻ വേണം എന്നൊക്കെ. അപ്പോൾ കുറേ പേരൊക്കെ നമ്മളെ തളർത്താനൊക്കെ നോക്കും. അങ്ങനെ കുറേ പേര് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തളരരുത്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പോയിന്റ് അവിടെ നോക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫ്യൂവൽ സെൽ ഓർ അതർ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവൽ സെല്ലിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഫ്യൂവൽ സെൽ ഓപ്പറേറ്റ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് റിയാക്ഷൻസ് ആർ സപ്ലൈഡ്. നമ്മൾ അതിന് ഫ്യൂവൽ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ അതെപ്പോഴും ഇങ്ങനെ എനർജി തന്നുകൊണ്ടിരിക്കും. പക്ഷേ അതുപോലെയല്ല ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു ലിമിറ്റഡ് ലൈഫ് സ്പാൻ ആണ് അതിൻ്റെ ഉള്ളിലുള്ള. അതുകൊണ്ട് അതിൻ്റെ എനർജി തീർന്നു കഴിഞ്ഞാൽ, കെമിക്കൽ എനർജി തീർന്നു കഴിഞ്ഞാൽ ബേണൗട്ട് ആയിപ്പോൾ. ബേണൗട്ട് എന്ന് മീൻസ് അത് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൽ ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഇല്ലെന്നാണ് വെപ്പ്. അതെ, ഉറപ്പാണ്, ഒരു തരത്തിലുള്ള പൊല്യൂഷൻ ഇല്ല. H2O എന്ന് പറയുന്ന ശുദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ കുടിക്കാം. അത്രയും നല്ലൊരു സംഭവം ഉണ്ടാവുന്നത്. പൊല്യൂഷൻ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ മോർ എഫിഷ്യൻ്റ് ആണ്.
H2O2 ഫ്യൂൽ സെൽ എന്ന് പറയുന്ന മറ്റേത് സെല്ലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എഫിഷ്യൻ്റ് ആണ്. കുറച്ച് ഫ്യൂൽ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് എനർജി കിട്ടുന്ന ഒരു സംഭവം. അപ്പോൾ മൂന്നും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് പ്രിവെൻറ്റിംഗ് കൊറോഷൻ ഓഫ് മെറ്റാലിക് ഒബ്ജക്ട്സ്. മെറ്റൽ ഒബ്ജക്ട്സിൽ എപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താ? അത് നമ്മൾ ആദ്യം തന്നെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാഗം മുറിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ നല്ല ദ്യുതിയായിരിക്കും ആ ഭാഗത്തിലെ, അവ നന്നായിട്ട് തിളങ്ങിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് എന്താ ചെതൽ, മെറ്റൽ ചെതലായിരിക്കില്ല, അതിൻ്റെ പുറത്ത് കുറേ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. ആ ഒരു തുരുമ്പിനെയാണ് സത്യം പറഞ്ഞാൽ മെറ്റലിൽ തുരുമ്പടിക്കില്ലെന്ന് പറയില്ല, കൊറോഷൻ എന്ന് പറഞ്ഞാൽ ലോഹനാശനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇരുമ്പിൽ തുരുമ്പടിക്കും, അതായത് നമ്മളെ ഫെറസിൻ്റെ മേലെ കൊറോഷൻ ഓൺ ഫെറസ് വിച്ച് ഇസ് കോൾഡ് റസ്റ്റിംഗ്, അതതിനെ പറയാം. ഇനി അതിനെ എന്തൊക്കെ തടയാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബാരിയർ പ്രൊട്ടക്ഷൻ. ബാരിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു തടസ്സം വെക്കുക. നമ്മളെ മെറ്റൽ ഇതാണ്, അതിൻ്റെ മേലെ ഞാൻ കുറച്ച് തടസ്സങ്ങൾ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു അതുപോലെ ഗ്രീസ് തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ഇത്തരത്തിൽ ഓക്സൈഡിന് അടിഞ്ഞുകൂടാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ഒരു കൊറോഷൻ നടക്കുകയില്ല. അതാണെന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ. കോട്ടിംഗ് മെറ്റൽ വിത്ത് പെയിൻറ്റ്, ഓയിൽ ഓർ ഗ്രീസ്. ഇങ്ങനത്തെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവരൊക്കെ ബാരിയർ പ്രൊട്ടക്ഷൻ്റെ മേഖലയിൽ വരുന്നത്. പിന്നെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് അതിനെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളെ മെയിൻ ആയിട്ടുള്ള ആളെ രക്ഷിക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു ഇരുമ്പിനെയാണെങ്കിൽ രക്ഷിക്കേണ്ടതെന്ന് വിചാരിച്ചോ, അതിൻ്റെ മേലെ ഞാൻ ഇത്തരത്തിലുള്ള അയൺ ഒബ്ജക്ട്സ് അയണിൻ്റെ മേലെ ഞാൻ പലതരത്തിലുള്ള കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയണിൻ്റെ മേലെ ഞാൻ ഇങ്ങനത്തെ സിങ്കാണ് കോട്ട് ചെയ്തെങ്കിൽ ആദ്യം ആ സിങ്കാണ് ഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത് ഇല്ലാണ്ടായി പോവുക. അത് അങ്ങനെ ചെയ്യുന്നതിനെ ഇപ്പോൾ അയണിൻ്റെ മേലെ സിങ്ക് വെക്കുന്ന ഒരു പ്രത്യേക പ്രോസസ്സിനെ ഗാൽവനൈസേഷൻ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, പൊതുവേ അത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ്റെ താഴെ കീഴിൽ വരുന്നൊരു സംഭവമാണ്. പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട്, നിങ്ങൾക്ക് രണ്ടെണ്ണം ചോദിച്ചെങ്കിൽ മൂന്നാമത്തെ എഴുതാൻ തോന്നിക്കഴിഞ്ഞാൽ എഴുതിക്കോളൂ. കാഥോഡിക് പ്രൊട്ടക്ഷൻ. കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സംരക്ഷിക്കേണ്ട മെറ്റൽ അതേതും ആയിക്കോട്ടെ, അതിനെ ഒരു വയർ വെച്ചിട്ട് ഞാൻ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ചെറിയൊരു കഷ്ണത്തിനോട് കണക്ട് ചെയ്യുന്ന വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം കാഥോഡായിട്ട് മാറും, ഈ സംഭവം ആനോഡായിട്ട് മാറും. ആനോഡായിട്ട് മാറുമ്പോൾ എന്തായിരിക്കും, ഇതായിരിക്കും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിലേക്കായിരിക്കും ആദ്യം ലോഹം മുഴുവൻ വന്ന് നശിച്ച് ഇലക്ട്രോണായി ആകെ ഇല്ലാണ്ടായി പോവുക, എന്നിട്ട് മാത്രമേ കാഥോഡിലേക്ക് വരുള്ളൂ. ഇതൊരു സാക്രിഫൈസ് പോലെയാണ്, പക്ഷേ ഇത് കാഥോഡായിട്ടാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് the more reactive metal is connected to the metal that we wanted to protect. The metal protected as cathode. ഇത് കാഥോഡ് ആയിട്ട് സംരക്ഷിക്കപ്പെട്ടു. ഇത്രയാണ് ആ ഒരു കൊറോഷൻ്റെ മേഖലയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെന്താ പഠിക്കാനുള്ളത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ല് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു പരിപാടിയാണ്. പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ല് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ എന്താണ് അത് തമ്മിലുള്ള ഒരു എക്സാമ്പിളും കൊടുക്കണം. പ്രൈമറി സെൽസ് ആർ നോൺ റീചാർജബിൾ, സെക്കൻഡറി സെൽസ് ആർ റീചാർജബിൾ. പ്രൈമറി സെല്ല് എന്ന് പറയുന്നത് നോൺ റീചാർജബിൾ ആണ്, അതായത് ഉപയോഗിക്കുക വലിച്ചെറിയുക. സെക്കൻഡറി സെൽസ് വലിച്ചെറിയരുത്, വേസ്റ്റ് ഇടുക. പിന്നെ സെക്കൻഡറി സെൽസ് ആർ റീചാർജബിൾ, പിന്നെയും ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും അല്ലെങ്കിൽ ബട്ടൺ സെല്ലും. പിന്നെ ലെഡ് സ്റ്റോറേജ് സെല്ലിന് അതുപോലെ നിക്കൽ കാഡ്മിയം സെല്ല്, ലിഥിയം അയോൺ സെല്ല്, ഇതൊക്കെയാണ് സെക്കൻഡറിൻ്റെ എക്സാമ്പിൾ. പിന്നെ പ്രൈമറി സെൽ ഹാവ് ലിമിറ്റഡ് ലൈഫ് സ്പാൻ, അത് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകും. സെക്കൻഡറി സെൽ ഹാവ് മോർ ലൈഫ്. അറിയാമല്ലോ ചാർജ് ചെയ്യുന്ന സംഭവം എങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രൈമറി സെൽസ് അതിൻ്റെ റിയാക്ഷൻ ക്യാനോട്ട് ബി റിവേഴ്സ്ഡ് ആൻഡ് സെക്കൻഡറി സെല്ലിന് റിവേഴ്സ് ആക്കാൻ കഴിയും. ഒന്നുമില്ല, റീചാർജ് ആവുമെന്ന് പറയുന്ന ആ ഒരു സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതാണല്ലോ, അങ്ങനെ ആ ഒരു ലോജിക്കിൽ പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതല്ലേ കാൽക്കുലേഷൻ വേണമെന്ന് പറഞ്ഞത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, CH3COOH. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യാം. ലാംഡ നോട്ട്, അതായത് നമ്മുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl തന്നിട്ടുണ്ട്, HCl തന്നിട്ട്, CH3COONA തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്താമെന്ന് നോക്കാം. ഇതിലുള്ള കമ്പോണൻസ് ഏതാ? CH3COO അല്ലേ. ഇവിടെയാണ് ഒരു H ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CH3COO ഉണ്ട്, പിന്നെ ഒരു H ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ രണ്ടാൾക്കാർ അധികമുണ്ട്. അതേ രണ്ടാൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതാണ് അവിടുത്തെ ലോജിക്ക്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ ലാംഡ നോട്ട് CH3COONA എടുക്കുകയാണ്. CH3COONA ലാംഡ നോട്ടാണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. അതിനെ കൂട്ടുക ലാംഡ നോട്ട് HCl. ഇപ്പം എന്തൊക്കെയായി? CH3COന്റെ NAൻ്റെ ആളായി, HClൻ്റെ ആളായി. ഓക്കെ, ഇനി ഇതിൽ ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൾ കിട്ടി. ഇനി അധികപ്പറ്റായിട്ടുള്ള ഈ രണ്ടെണ്ണത്തിന് ഒഴിവാക്കാം. അപ്പോൾ മൈനസ് ലാംഡ നോട്ട് NaCl. ഇത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ എന്തായി? ഇത് തമ്മിൽ കൂടി, പിന്നെ ഇവന്മാരെല്ലാവരെയും കുറച്ചു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവഞ്ച്വലി എന്ത് കിട്ടും? CH3COOH തന്നെ കിട്ടും. അതാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടും. നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി വെക്കുക പറ്റുമെങ്കിൽ, പിന്നെ അതിൻ്റെ വാല്യൂ ഇട്ട് ചെയ്ത് നോക്കുക. ഇവിടെ 126 കൊടുക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക. 425 ഇതിൻ്റെ പ്ലസ് ഈ CH3CONAൻ്റെ നമ്മൾ കൂട്ടി, പിന്നെ അധികമുള്ള ആൾക്കാരുടെ കുറച്ചു. അത് നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ കുറച്ച് 390 യൂണിറ്റ് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ശരിയായ ആൻസർ. ഇനി യൂണിറ്റ് നിങ്ങൾക്ക് എഴുതുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ ഇതേ യൂണിറ്റ് തന്നെ ആയിരിക്കും, ചോദ്യത്തിലുള്ള അതേ യൂണിറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക.
സിമ്പിൾ അല്ലേ? അപ്പോൾ ന്യൂമറിക്കൽ ചോദ്യത്തിനൊക്കെ കുറച്ചുകൂടി അധികം മാർക്കുകൾ ഉണ്ടാവും. ഒരു മാർക്കിൻ്റെ ഒന്നും പൊതുവെ അങ്ങനെ ചോദിച്ചില്ല. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? പേര് തന്നെയുണ്ട്, കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ സാമ്പിൾ. അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്താണോ അതാണ് മോളാർ കണ്ടക്ടിവിറ്റി. നല്ല ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. പിന്നെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നേരത്തെ ഞാൻ വരച്ച ഗ്രാഫ് ഉണ്ടല്ലോ, ഇതിൽ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഇലക്ട്രോലൈറ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇലക്ട്രോൺ. അതൊന്നും പഠിക്കണ്ട, ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. പിന്നെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, കോൺസെൻട്രേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി. പിന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ഇങ്ങനെ ഒറ്റ കയറി പോയിരിക്കും, ഇവിടെ തട്ടൂല, ഒരിക്കലും തട്ടൂല, അടുത്തടുത്ത് വരും പക്ഷേ ഒരിക്കലും തട്ടാണ്ട് അങ്ങ് പോകും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തീർച്ചയായും തട്ടുമോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് തട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് അതെവിടെയാണ് കണ്ടുപിടിച്ചിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. അത് കഴിയാത്തതുകൊണ്ടാണ് കോളറാഷസ് ലോ ഒക്കെ വന്നത് തന്നെ. ശരി, ഇനി പിന്നെ ഏതാ അതിനെ ചോദിക്കുന്നത്? മോളാർ കണ്ടക്ടൻസ് എന്താണ്? കണ്ടക്ടൻസ് ഓഫ് 1 മോൾ സാമ്പിൾ. ഓക്കെ, ഹൗ ഡസ് മോളാർ കണ്ടക്ടൻസ് വേരി വിത്ത് ഡൈല്യൂഷൻ? ആസ് ഡൈല്യൂഷൻ ഇൻക്രീസസ്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിൽ ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കും, അങ്ങനെയാണല്ലോ ഡൈല്യൂഷൻ സംഭവിക്കുക. അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ കുറയുന്നു. കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ ഈ ഗ്രാഫിൽ ഇങ്ങോട്ട് വരുന്നു കോൺസെൻട്രേഷനിൽ. അപ്പോൾ അതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നു. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ല, മോളാർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നു. സിമ്പിൾ, അതങ്ങ് എഴുതി വെക്കുക. മോളാർ കണ്ടക്ടൻസ് ഈസ് കണ്ടക്ടൻസ് ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഇലക്ട്രോലൈറ്റ്. ലാംഡ നോട്ട് ലാംഡ എം ഇൻക്രീസസ് വിത്ത് ഡൈല്യൂഷൻ. സിമ്പിൾ അല്ലേ? അടുത്തോ, വാട്ട് ആർ ഫ്യൂവൽ സെൽസ്? ഓക്കെ, 2 അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽസ്. ദ നെറ്റ് റിയാക്ഷൻ ഓഫ് H2O ഫ്യൂൽ സെൽ. ഇതെല്ലാം നമ്മൾ 3 ചോദ്യത്തിലായിട്ട് കണ്ടതാണ്. ഇതെല്ലാം ക്ലബ് ചെയ്തിട്ട് പിന്നെ വന്നിരിക്കുക. വാട്ട് ഈസ് ഫ്യൂവൽ സെൽ? ഓക്കെ, ഫ്യൂവൽ സെൽ ആർ ദ ഡിവൈസസ് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ഡയറക്ട്ലി ഇൻ ടു കെമിക്കൽ എനർജി. സംശയമില്ല? യെസ്, അത് എഴുതി വെക്കുക. അഡ്വാൻറ്റേജസ് എന്താ? ഹൈ എഫിഷ്യൻ്റ് ആണ്, പിന്നെ പൊല്യൂഷൻ ഇല്ല, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണ്, പിന്നെ ആസ് ലോങ് ആസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇന്ധനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതാ റിയാക്ഷൻ ഓഫ് H2O ഫ്യൂൽ സെൽ, നെറ്റ് റിയാക്ഷൻ. അപ്പോൾ നെറ്റ് റിയാക്ഷൻ മാത്രമാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഓവറോൾ മാത്രം എഴുതിയാൽ മതി, ഇവ രണ്ടും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആനോഡും കാഥോഡും. അത് പഠിച്ചില്ലെങ്കിലും ഓവറോൾ എങ്കിലും പഠിച്ചിരിക്കുക. ജസ്റ്റ് വാട്ടറിൻ്റെ ഫോർമേഷൻ ഉണ്ടാ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. അടുത്തേക്ക് വരാം. സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. ആ ഷുവർ പാസ് നോട്ട്സിൽ ഇതില്ലായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ അടുത്ത കാലത്തൊന്നും ചോദിക്കാത്തതുകൊണ്ടാണോ അതോ എന്താണെന്നറിയില്ല. പക്ഷേ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഫാരഡേ എൻ്റെ 2 ലോ ഉണ്ട്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്നൊക്കെ പറയുന്ന പോലെ. ഫസ്റ്റ് ലോ, ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് പാസ്ഡ്. അപ്പോൾ നേരത്തെ നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് ഇതൊന്ന് ഞാൻ വിശദീകരിച്ച് തരാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കണ്ടെയ്നർ എടുക്കുക, ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൽ ഇത്തരത്തിലുള്ള കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഈ വൈദ്യുതി കടത്തിവിടുന്ന എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ കോപ്പറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കുറച്ച് കറണ്ടിനെ അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങ് കടത്തി വിടുകയാണ്. ഒരു വയർ അതിൻ്റെ ഉള്ളിൽ കയറ്റി, ഇവിടെ ഒരു വയർ കയറ്റി, ഇപ്പുറത്ത് കൂടി കറണ്ട് അങ്ങ് ഇറക്കി വിടാന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി പ്രവഹിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ടൊക്കെ ഈ കോപ്പർ ഇങ്ങനെ അടിഞ്ഞ് വിടും. കോപ്പർ അടിഞ്ഞു വിടും. ആ കോപ്പറിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, എത്ര മാസിലാണ് കോപ്പർ അടിഞ്ഞു വിടുക എന്നുള്ളൊരു കണക്കുണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ലെവൽ പറയുന്നത്. ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ ചാർജ് പാസ്ഡ്. ഞാൻ കൂടുതൽ ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ആവും, കുറച്ചാണെങ്കിലോ കുറച്ച്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, അതാണ് ആ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതെന്ത് സംഭവം? ഫസ്റ്റ് ലോ, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് പ്രൊപ്പോർഷണൽ ടു ചാർജ് പാസ്ഡ്. ചില കറണ്ട് ആക്കിയിട്ട് പറയലുണ്ട്, ഇക്വേഷനിലൊക്കെ കറണ്ട് ആക്കിയിട്ടും കാണലുണ്ട്, ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വെൻ സെയിം ചാർജസ് പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്. ഞാൻ പറഞ്ഞത് ഇവിടെ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടും, പക്ഷേ ഇവിടെ സെയിം ചാർജാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്പോസിറ്റഡ് മാസ് പ്രൊപ്പോർഷണൽ ടു ദർ ഇക്വലൻറ്റ് മാസ്. നിങ്ങൾ 2 കണ്ടെയ്നർ എടുക്കുക, അതിൽ 2 തരത്തിലുള്ള സബ്സ്റ്റൻസ് ആയിരിക്കണേ, പക്ഷേ അതിൻ്റെ ഇക്വലൻറ്റ് മാസിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണ് ഇക്വലൻറ്റ് മാസ് എന്ന് വെച്ചാൽ മോളാർ മാസ് പോലെ എൻ ഫാക്ടർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. ജസ്റ്റ് ഇക്വലൻറ്റ് മാസ് മോളാർ മാസ് പോലെ ഒരു മാസമാണ്, ഓരോന്നിനും ഓരോ ടൈപ്പുള്ള മാസ് ആയിരിക്കും. അപ്പോൾ E1 കൂടുതലാണ് E2നേക്കാൾ എന്ന് വിചാരിച്ചോ. E2 E1നേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരേ അളവിൽ രണ്ടിലും ഒരേ കറണ്ട് ആട്ടോ കൊടുക്കുന്നത്, രണ്ടിലേക്ക് ഒരേ കറണ്ട് കൊടുക്കുന്നത്. വേറെ വേറെ വയർ വെച്ചിട്ട് ഒരേ കറണ്ട് കൊടുത്താൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇവിടുത്തെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും വ്യത്യാസം ഉണ്ടാവും. അത് ഇക്വലൻ്റ് ഏതാണോ കൂടുതൽ അവിടെ ആയിരിക്കും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക. അപ്പോൾ വെയിറ്റ് ഓഫ് 2 ആയിരിക്കും ഗ്രേറ്റർ ദാൻ വെയിറ്റ് ഓഫ് 1. അത്രേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, W1/W2 എന്ന് പറഞ്ഞാൽ E1 E2 റേഷ്യോ ആയിരിക്കും. W1 is directly proportional to E1 and W2 is directly proportional to E2. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൽ പ്രധാനമായിട്ടുള്ള. അപ്പോൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ തലേൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ ഓരോ നിറമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്ന് വെച്ചാൽ പൊതുവെ ഞാൻ രാത്രിയാണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാറുള്ളത്, അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ആയിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഭിത്തിൻ്റെ കളർ ഞാൻ മാറ്റാറ്. ഇപ്പോൾ വെളിച്ചമൊക്കെ അടിക്കുന്നതിനുള്ള പ്രശ്നങ്ങളാണ്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ മുന്നോട്ട് പോകാം. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെയുള്ളത് യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് വെച്ചിട്ടുള്ളൊരു കളിയാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഞാനത് ആ ഒരു സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ എല്ലിൻ്റെ പവർ കൂട്ടണം 1 ചെയ്താൽ മതി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും. സോറി, യൂണിറ്റ് അല്ല, ആ ഓർഡർ എത്ര നമുക്ക് കിട്ടും. അതിന് വേണ്ടിയുള്ളൊരു പരിപാടി കേട്ടോ അത്. ക്ഷമിക്കണം. ഓർഡർ കിട്ടാൻ വേണ്ടി ഒരു യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റിലെ എല്ലിൻ്റെ പവർ, ലിറ്ററിൻ്റെ പവറിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അതൊരു സിമ്പിൾ ട്രിക്ക്. അല്ലെങ്കിൽ നമ്മൾ വലിയ കാൽക്കുലേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ നോക്കാം, എല്ല് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലിൻ്റെ പവർ ഇവിടെ സത്യത്തിൽ 1 അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. അപ്പോൾ എൽ 1 ആണെങ്കിൽ 1 + 1 2. അപ്പോൾ ഇത് 2 ആണ്, ഇതിൻ്റെ ഓർഡർ 2 ആണ്. നമ്മൾ ചോദിച്ചത് റേറ്റ് കോൺസ്റ്റന്റ് ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റ് ഏതാണ്. അപ്പോൾ ഇതല്ലെന്ന് മനസ്സിലായി. ഇനി എസിൻ്റെ നോക്കി കഴിഞ്ഞാൽ എസ് ഇൻവേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തില്ല. അപ്പോൾ എല്ലുണ്ട്, എല്ലിൻ്റെ പവർ 0 ആണ്, അതുകൊണ്ടാണല്ലോ ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ 0 + 1 1. അപ്പോൾ അത് തന്നെയല്ലേ ഉത്തരം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 1. അപ്പോൾ ഇതാണ് ഉത്തരം എന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു JEE അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്രോച്ച് നടത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഉത്തരം കിട്ടിയാൽ തന്നെ അത് മതി, ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി. എൽ ഇൻവേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ -1 ആണ് അടുത്ത പവർ. -1 + 1 0. അപ്പോൾ ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. ഇനി ഇത് 2 ആണ്. അപ്പോൾ നോക്കണ്ടല്ലോ, 2 1 3. ഇതൊരു 3rd ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് ഇതാണ്, ടിക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. അങ്ങനത്തെ ഇതേ ഒരു പാറ്റേണിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാ പറഞ്ഞത്, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കോ, ദ മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. മോളിക്കുലാരിറ്റി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് മസ്റ്റ് കൊളൈഡ് സൈമിൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഒരെണ്ണം തുടങ്ങാൻ വേണ്ടി മിനിമം ഒരു കൂട്ടി ഇടിക്കേണ്ട നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ 2NO പിന്നെ O2 ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ എത്ര ഉണ്ടെന്ന് കൂട്ടി നോക്കിയാൽ അത് തന്നെയായിരിക്കും മോളിക്കുലാരിറ്റി. അതാണ് അതിൻ്റെ സത്യം. ഇവിടെ 2 മോൾസ് ഉണ്ട്, ഇവിടെയാണ് ഒരെണ്ണം. അപ്പോൾ 2 1 3 ഇസ് റൈറ്റ് ആൻസർ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഈ ഒരു 2 ഒന്നും കൂട്ടുണ്ടായില്ല. ഈ ഒരു തന്മാത്രേൻ്റെ നമ്പർ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് മാത്രം കൂട്ടിയത്. 2 1 3. അടുത്തിലേക്ക് കിടക്കാം. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഹാവിങ് റേറ്റ് കോൺസ്റ്റന്റ് K is equal to 3 × 10⁴ S inverse is. ഇത് നല്ലൊരു ട്രിക്കിയാന്ന് വേണേൽ പറയാം, കുറച്ചൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 × 10⁴ കൊണ്ട് ഒരു തരത്തിലുള്ള ആവശ്യമില്ല. യൂണിറ്റ് ഇവിടെ കണ്ടില്ലേ, റേറ്റ് കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് അവർ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാല്യൂ കൊണ്ടുവരാൻ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു ഇത് മാത്രം. നമ്മൾ ചോദിച്ച ഓർഡർ അല്ലേ എൻ്റെ ചോദിച്ചത്. അപ്പോൾ S ഇൻവേഴ്സ് നമ്മൾ യൂണിറ്റ് കണ്ടു. അപ്പോൾ എല്ലിൻ്റെ പവർ എന്താ, എല്ലൊന്നും കൊടുത്തില്ല. അപ്പോൾ 0 നേരത്തെ കണ്ട പോലെ. അപ്പോൾ 0 + 1 1 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിൽ ഇതിൻ്റെ ഒരു തരത്തിൽ ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് കാൽക്കുലേറ്ററിലേക്ക് ഇടാൻ പോകും, ഒന്നും അറിയില്ലെങ്കിലും. എന്തിലും ഇടേണ്ടതെന്ന് അറിയില്ലെങ്കിലും നമ്മൾ വെറുതെ ഇടാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ L 0 + 1 1 1 ആണ് ഇവിടുത്തെ ഓർഡർ. മാർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. ഐഡന്റിഫൈ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇഫ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് മോൾ ഇൻവേഴ്സ് S ഇൻവേഴ്സ്. എത്രയാലേ ചോദിക്കുന്നത്, ലിറ്റർ ഇൻവേഴ്സ്. സോറി, മോൾ ഇൻവേഴ്സ് അല്ല, ലിറ്റർ ഇൻവേഴ്സ്. ലിറ്റർ ഇൻവേഴ്സ് -1 + 1 0 അല്ലേ വരിക. അപ്പോൾ ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആണ്. കഴിഞ്ഞു, 0 ഓർഡർ. അടുത്തല്ലോ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കണ്ടിരുന്നു, അതായത് ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഫോളോ ഹയർ ഓർഡർ കൈനറ്റിക്സ് ബട്ട് ആക്ച്വലി ഫോളോ ലോവർ ഓർഡർ. അതാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്താ, ദാറ്റ് അപ്പിയർ ടു ഫോളോ ഹയർ ഓർഡർ കൈനറ്റിക്സ് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അതിനാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് കൊടുത്തേക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ തന്നെയല്ലേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ടത് ഈ ഒരു ആൽക്കലൈൻ ഹൈഡ്രോളൈസിസ് ഓഫ് എസ്റ്റർ എന്നുള്ള ഒരു പോയിന്റ് പഠിച്ചു വെക്കാം. ആൽക്കലൈൻ ഹൈഡ്രോളൈസിസ് ഓഫ് എസ്റ്റർ ആണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ. ഓക്കെ, അത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അടുത്തേക്ക് വരാം. വാട്ട് ഇസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗിവ് ആൻ എക്സാമ്പിൾ. ഇത്തവണ ഡെഫിനിഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ കൂടി കൊടുത്തേക്കാം. റിയാക്ഷൻ ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ഫോളോ ലോ ഓർഡർ കൈനറ്റിക്സ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയതുകൊണ്ട് അതിനെ സ്യൂഡോ ഫസ്റ്റ് എന്നും കൂടി പറയുന്നു. സ്യൂഡോ സെക്കൻഡ് അതൊന്നും പഠിക്കണ്ട. സ്യൂഡോ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഓർഡർ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ആൽക്കലൈൻ ഹൈഡ്രോളൈസിസ് ഓഫ് എസ്റ്റർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. മുന്നോട്ട് പോകാം. ഡിഫൈൻ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. റേറ്റ് എന്താ, നമ്മളിപ്പോൾ ഒരു വണ്ടീൻ്റെ സ്പീഡ് എന്ന് പറയാം. അതുപോലെ ഒരു സംഭവത്തിൻ്റെ വേഗതേനെ, ഒരു റിയാക്ഷൻ നടക്കുന്ന വേഗതേനെ റേറ്റ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. അതാണല്ലോ നമ്മളെ വെലോസിറ്റി എന്താ, ഡിസ്പ്ലേസ്മെന്റ് മാറുന്നു പെർ യൂണിറ്റ് ടൈം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതുപോലെ ഇതിന്റെ കോൺസെൻട്രേഷൻ മാറുന്നു, അളവിൽ വ്യത്യാസം വരുന്നു പെർ യൂണിറ്റ് ടൈം, സ്പീഡ് തന്നെ. ഇനി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഒന്ന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കോൺസെൻട്രേഷനിൽ തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഇവിടെ വരും. പിന്നെ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അറിയുന്ന ഇക്വേഷൻ തന്നെ അതിന് വേണ്ടിയുള്ളതായിരുന്നു. അതിലേക്ക് വരാം. ദ റേറ്റ് ഓഫ് ദ
Rate constant of the reaction is 5 into 10 raised to minus 2 second inverse. Okay, find the half life of the reaction. Half life of the reaction ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ടി ഹാഫ് വെച്ചിട്ട് സൂചിപ്പിക്കുന്ന ഈ ഒരു സംഭവം 0.693 അതൊരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കെ ആണ്. ഈ കെ എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഞാൻ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ മാത്രമേ ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് എനിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അതാ ഞാൻ നോക്കണ്ടേ. റേറ്റ് ഓഫ് ദ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടെത്തണം. കണ്ടോ, അതാണ് അടുത്ത ട്രിക്ക്. എല്ലിന്റെ പവർ 0 പ്ലസ് 1 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ധൈര്യമായിട്ട് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ 0.693 അത് എഴുതണ്ടല്ലോ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിലാണല്ലോ ചെയ്യുക. അപ്പോൾ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാൽക്കുലേറ്ററിൽ ഇടുമ്പോൾ ഒരു ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇട്ടേക്കണം. ഈ ഒരു അവസരത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരിക്കും. 0.693/k ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നില്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കൂട്ടൽ വരുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ കാൽക്കുലേഷൻ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. 0.693 പിന്നെ ബ്രാക്കറ്റിൽ 500 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡിലായിരിക്കും ആൻസർ ഉണ്ടാവുക. 30.86 സെക്കൻഡ്സ് ആയിരിക്കും. ഇത് ഹാഫ് ലൈഫ് എന്താണെന്ന് അറിയില്ലേ, ഇത് പകുതിയാകാൻ എൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുത്ത സമയം. ഇത്രയും സമയം കൊണ്ട് നേരെ പകുതിയായിട്ടുണ്ടാവും എൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. പിന്നെ റൈറ്റ് അർഹീനിയസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചൊരു സംഭവമാണ്. അത് ജസ്റ്റ് കണപ്പാടാക്കാനായിരുന്നു ഞാൻ പറഞ്ഞത്. അതങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി. കണ്ടോ, കെ അതായത് റേറ്റ് കോൺസ്റ്റന്റ്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു എ എന്ന് പറയുന്ന അർഹീനിയസ് കോൺസ്റ്റന്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഫാക്ടർ എന്നൊക്കെ പറയും. അത് ഇൻറ്റു റേസ് ടു ആണ് -EA. ഓക്കെ, ഈ എന്ന് പറയുന്ന എക്സ്പോണൻറ്റും ഈ എ എന്ന് പറയുന്നത് അതിൻ്റെ ആക്ടിവേഷൻ എനർജിയാണ്. എന്താണെന്ന് നമ്മൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് കണക്ക് കൂട്ടാൻ വേണ്ടിയല്ല. റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു അർഹീനിയസ് ഫാക്ടർ ((E)(EA)/RT). ആർ എന്ന് പറയുന്ന ഗ്യാസ് കോൺസ്റ്റന്റും ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ് ഇൻ കെൽവിൻ. യെസ്, നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓക്കെ, അത് ഞാൻ 4 പോയിന്റ് അതിൽ പറഞ്ഞിരുന്നു. നിർബന്ധമായിട്ടും എല്ലാ പരീക്ഷയ്ക്കും വരുന്ന പറയുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഹെൻറിസ് ലോ പോലെ കണ്ട പോലെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓർഡർ എന്ന് പറയുന്നത് സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ ഞാൻ റേറ്റ് ഇങ്ങനെ എഴുതാണല്ലോ, കെ ആൻഡ് എന്തെങ്കിലുമൊക്കെ എഴുതിയെന്ന് വിചാരിച്ചു. അതിൻ്റെ പവർ കൂട്ടി കിട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്, അതാണ് സം ഓഫ് പവേഴ്സ്, അതാണ് ഓർഡർ. അതൊരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണോ? അതെ, അതൊരു എക്സ്പെരിമെന്റ്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇന്നതാവുന്നൊന്നും പറയാൻ പറ്റില്ല. എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ക്യാൻ ബി 0 ആകാം, ഒരു കുഴപ്പമില്ല. ഹാഫ് ഒക്കെ ആകാം, ഫ്രാക്ഷണൽ ആകാം, പിന്നെ ഹോൾ നമ്പറും ആകാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. എന്ന് വെച്ചാൽ മോളിക്കുലാരിറ്റി അങ്ങനെയല്ല. മോളിക്കുലാരിറ്റി നമ്പർ ഓഫ് സ്പീഷീസ് ഇൻവോൾവ് ഇൻ എലമെന്ററി സ്റ്റെപ്പ്, അല്ലെങ്കിൽ ആ റിയാക്ഷനിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ഒരു റിയാക്ഷനിൽ എത്ര എണ്ണം ഒരുമിച്ച് കൂട്ടി ഇടിക്കുന്നു എന്നതാണ് മോളിക്കുലാരിറ്റി. നിങ്ങളേതായ ഭാഷയിൽ എഴുതുക, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. തിയറിറ്റിക്കൽ കൺസെപ്റ്റ്, ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തിയറി ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച സംഭവം. ഓൾവേസ് എ ഹോൾ നമ്പർ, നെവർ 0 ഓർ ഫ്രാക്ഷൻ. 0 ആകാൻ കഴിയൂല, ഫ്രാക്ഷണൽ ആകാൻ കഴിയൂല, ഒന്നും പറ്റില്ല. ഹോൾ നമ്പർ മാത്രമാകാം, ഹോൾ നമ്പർ. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ പ്രഷറിനെ ഇതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ, കെമിക്കൽ കൈനറ്റിക്സിൽ. ഇത് പെട്ടെന്ന് കഴിഞ്ഞു എന്നറിയാം, ഇത് ഒരു ചെറിയ ചാപ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ആണ് തന്നെ പഠിക്കുന്നത്. വാട്ട് ഇസ് ദ ജനറൽ പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി അറിയാമല്ലോ നമുക്ക്. ആ ഒരു ടേബിളിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 നല്ല വലിയ സാധനം ഉണ്ടോ, അതിൻ്റെ നടുക്കുള്ള ഈ ഒരു ചെറിയ 4 സീരീസ് ഉള്ള ഈ സംഭവമാണ് നമ്മളുടെ ഡി ബ്ലോക്ക്. ആ ഒരു ഡി ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ മെറ്റാലിക് ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ്. എല്ലാവരും മെറ്റലാണ്, അതിൻ്റെ നടുക്കുള്ള എല്ലാ സംഭവം മെറ്റലാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. നിങ്ങൾക്കറിയാമല്ലോ, മെറ്റലാണെങ്കിൽ പിന്നെ നല്ല മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. പിന്നെ മോസ്റ്റ് ഫോം കളേർഡ് കോമ്പൗണ്ട് ഡ്യൂ ടു ദ പാർഷ്യൽ ഫിൽഡ് പാർഷ്യൽ ഫിൽഡ് ഡി ഓർബിറ്റൽസ് കാരണം അവർ കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഈ അറിയാലോ, ഈ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ് ഡി ബ്ലോക്കിലെ, ഡി ഓർബിറ്റൽ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ് അതിന്റെ കളറിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കും. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ഡി ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും, കാരണം ഡി ഇലക്ട്രോൺസ് ഒക്കെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് +2 തൊട്ട് ഇപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കാര്യമൊക്കെ എടുത്താൽ, മാംഗനീസിൻ്റെ കാര്യത്തിൽ എടുത്താൽ +3 തൊട്ട് +7 വരെയുള്ളതൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അധികം ഊന്നി പറയാത്തത്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ എമംഗ് ദ ഫോളോയിങ് ട്രാൻസിഷൻ എലമെന്റ്സ് വിച്ച് വൺ ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഇത് ഒരു അത്യാവശ്യം നല്ല ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവം. കാരണം അന്ന് ആ ഒരു ഡി ആൻഡ് എഫ് ബ്ലോക്ക് കണ്ടുപഠിച്ച് വന്നിട്ട് വരുന്നവർക്കറിയാം. നമ്മൾ ആദ്യം പറയുമല്ലോ, സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസ് അങ്ങ് പറഞ്ഞു വരുമ്പോൾ സെഡൻ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, 30 ആവും അല്ലേ. അപ്പോൾ 30 എന്ന് പറയുന്നത്
ഫോറസ്റ്റ് 1 അതുപോലെ ഫോറസ്റ്റ് 2 3D10 ആ ഒരു അവസ്ഥയിലെത്തും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട, ആ ഒരു പാഠം കണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഓർമ്മ കിട്ടിക്കോളും. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വിച്ച് വൺ ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കും സിങ്ക് അല്ലേ, സിങ്ക് അല്ലാണ്ട് ടൈറ്റാനിയത്തിനൊന്നും ഒരു വഴിയില്ല, കോപ്പറിനില്ല, നിക്കലിനില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ചോദിച്ചത് ഡി ഓർബിറ്റിലില്ലാത്ത ട്രാൻസിഷൻ എലമെൻ്റ് ഏതാണ്? സെഡൻ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണോ? അല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അതൊരിക്കലും ട്രാൻസിഷൻ എലമെൻ്റ് അല്ല എന്ന് നമ്മൾ മറ്റിടത്ത് പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചോദ്യത്തിൽ തന്നെ വരും. അപ്പോൾ സിങ്കിന് ഒരിക്കലും ഇത് പെടുത്താൻ കഴിയില്ല. അതിനുണ്ട്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഉണ്ട്, എന്നാലും ഇതിന് ഇവിടെ പെടുത്താൻ കഴിയില്ല. പിന്നെ ടൈറ്റാനിയത്തിനൊന്നും നോക്കി തന്നെ വേണ്ട. പക്ഷേ കോപ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കത്തിയെന്ന് തോന്നുന്നു, അതായത് 29 ആണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫോറസ്റ്റ് 2 3D9 ആണ്. പക്ഷേ ഒരെണ്ണം ഇങ്ങോട്ട് ചാടി, ആ ഒരു എക്സെപ്ഷൻ നമ്മൾ പഠിച്ചല്ലോ, ഫോറസ്റ്റ് 1 3D10 എത്തും അല്ലേ. അപ്പോൾ അവിടെ ഒരു 10 ഇല്ലേ, അതൊരു ട്രാൻസിഷൻ മെറ്റലുമാണ്. അപ്പോൾ കോപ്പറാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യമൊന്നും വരില്ല, ഞാൻ കുറച്ചൊന്ന് ചലഞ്ചിങ് ആക്കാൻ വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഇട്ടതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദിസ് ഈസ് ഡ്യൂ ടു, ഇത് നമ്മളൊരു സംഭവം പഠിച്ചപ്പോൾ അതിൻ്റെ താഴെ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചാണ്, ഇന്ന് 2 എക്സാമ്പിളാണ് എപ്പോഴും വരിക എന്ന് പറഞ്ഞിട്ട്. അതാണ് ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ. ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ അറിയാലോ, ഒരു ലാന്ത്രനോയിഡ് സീരീസിൽ വരുമ്പോൾ ആ സൈസ് ഗ്രാജുവലി ഡിക്രീസ് ആയി വരുന്നു. അതിനാണ് ഹാഫ്നിയവും സിർക്കോണിയം ആൻഡ് ഹാഫ്നിയത്തിന് സിമിലർ റേഡിയ ഉള്ളത്. ഈ ഒറ്റ കാരണമാണ് ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ. പഠിച്ചു വെക്കുക, മുന്നോട്ട് പോവുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4 ഈസ്. അപ്പോൾ മാംഗനീസ് ഞാൻ നേരത്തെ പറഞ്ഞു, മാംഗനീസിന് +3 തൊട്ടിട്ട് +7 വരെയുള്ള എന്ത് സംഭവം കാണിക്കാം. കൂടുതൽ കേസിലും ഇങ്ങനത്തെ ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ +7 ആണ് കാണിക്കുന്നത്. ഇത് ഞാനത് അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കണ്ട, പക്ഷേ ഇട്ടുമെന്ന് മാത്രം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണമല്ലോ. +7 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്ത്രനോയിഡ് ഈസ്. ലാന്ത്രനോയിഡ് അറിയാലോ, ഒരു ഡി ബ്ലോക്കിൻ്റെ ഒക്കെ താഴെ, നമ്മൾ നേരത്തെ പറഞ്ഞ പീരിയോഡിക് ടേബിളിൻ്റെ ഒക്കെ താഴെയായിട്ട് 2 ആൾക്കാരുണ്ടല്ലോ, ലാന്ത്രനോയിഡ് ആക്ടിനോയിഡ്. ആ ഒരു ലാന്ത്രനോയിഡ് ആണ് ഇത് കാണുന്നത്. ആ ലാന്ത്രനോയിഡിൻ്റെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് പഠിച്ചു വെക്കുക. ലാന്ത്രനോയിഡ് മാത്രമല്ല, അടിയത്തെ 2 സീരീസ് ഇല്ലേ, ലാന്ത്രനോയിഡ് ആൻഡ് ആക്ടിനോയിഡ്, ബോത്തിന് +3 തന്നെയാണ് കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അഥവാ ചോദിച്ചാൽ എഴുതാൻ കഴിയണം. ലാഗേ വരുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ആറ്റം ഹാവിങ് D10 കൺഫിഗറേഷൻ? ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പൊതുവെ ഈ സെയിലൊക്കെ നമ്മൾ സ്കിപ്പാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾ ആ ഒരു ഷുവർ പാസ് നോട്ട്സിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഇതങ്ങനെ സ്കിപ്പാക്കേണ്ട ഒരു കാര്യമില്ല. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നാൽ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇനി അല്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നോളൂ. നോക്കിക്കോ, നമ്മൾ D ആണ് നോക്കുന്നത്, അപ്പോൾ 5 ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, സെയിം സൈസ്. ഇപ്പോൾ അതിൻ്റെ കുഴപ്പം, അത് നോക്കണ്ട. ഇനി സംഭവിക്കുന്നത് നോക്കിക്കോ, D10 എന്നാണ് പറഞ്ഞത്, ഞാനത് ഫില്ല് ചെയ്യുകയാണ്. D10, Dയിൽ 5 ഓർബിറ്റൽ ഉണ്ട്. ഈ ഒരു ചതുരാണ് ഒരു ഓർബിറ്റൽ. അതിൽ 1 2 എണ്ണം വീതം 10 എണ്ണം മാക്സിമം പോകും. ഇപ്പോൾ D10 ആണ് കൺഫിഗറേഷൻ. ഞാനത് വരച്ച് വരുമ്പോൾ ഇതാ ഇവിടെ ഒന്ന്. ഓക്കെ, അങ്ങനെ പോവാം. 1 2 എണ്ണം ആദ്യമായിട്ട് പോരുത്, ഒന്ന് പിന്നെ ഇതാ ഇപ്പം 5 എണ്ണായി, 6 7 8 9 10 എണ്ണായി. ഓക്കെ, ഇപ്പം അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് ഉണ്ടോ? അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ് ഇല്ല. അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമെങ്കിലും ഫ്രീ ആയിട്ട് നിൽക്കണം, ഒരെണ്ണം മാത്രമായിട്ട് നിൽക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. എല്ലാത്തിനും 2 എണ്ണം വീതം ഒക്യുപ്പൈഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ബോർ മാഗ്നറ്റാണ് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു മ്യൂ ആണ് അതിൻ്റെ ആ ഒരു ബോർ മാഗ്നറ്റിൻ്റെ ചിഹ്നം. n/n+2 ആണ് അതിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്ന 0 ആയ സ്ഥിതിക്ക് 0 × 0+2. ഓക്കെ, അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല, 0 വരെ നമുക്കറിയാം, ചെയ്ത് കാണിച്ചു തരാം. 0+2 2. ഓക്കെ, അതങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല, 0 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും, √0 തന്നെ. 0 ബോർ മാഗ്നറ്റൺ ആണ് കറക്റ്റ് ആൻസർ. 0, കാരണം നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇതേപോലത്തെ ചോദ്യങ്ങൾ പിന്നെ വരും ബോർ മാഗ്നറ്റൺ കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ നമുക്കത് കൂടുതൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്താ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോം കളേർഡ് കോമ്പൗണ്ട്. കളേർഡ് കോമ്പൗണ്ടിലും ഇതേ പ്രശ്നം നോക്കണ്ടേ. കളേർഡിലാണെങ്കിലും നിങ്ങൾ മറ്റേ ഒരു നേരത്തെ കണ്ടുപിടിച്ച സംഭവം ഉണ്ടല്ലോ, ബോർ മാഗ്നറ്റൺ, അത് കണ്ടുപിടിക്കാനാണെങ്കിലും മാഗ്നറ്റിക് മൊമെന്റിനൊക്കെ ഒരേ ഒരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സംഭവം വരച്ച് വെക്കുക, ആ ഒരു 5 എണ്ണം ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്, 1 2 3 4 5 എണ്ണം. എന്നിട്ട് ഇവിടെ നോക്കേണ്ടത് സ്കാൻഡിയം 3+. അപ്പോൾ സ്കാൻഡിയം നിങ്ങൾക്ക് അറിയാലോ, സ്കൂട്ടി, വിക്രമൻ, ഫെക്കോനിക്കൂസ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചേ, 10 എണ്ണം. അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കുക, SC അത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ, അപ്പോൾ 1 എന്ന് പറയുന്നത് വെറും ഒന്നല്ല, 21 അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വെക്കാറ്. ഇപ്പോൾ 21 എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് 2, ആ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഇതൊക്കെ, അതുകൊണ്ട് എങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് 2 3D1 ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥ. അവിടെ നിന്ന് 3 ഇലക്ട്രോൺസ് ചാടിപ്പോയി. ഇവിടെ 21 ഇത് ഒറിജിനലി ഇങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത്, SC ആയിരുന്നെങ്കിൽ. പക്ഷേ SC 3+ ആകുമ്പോൾ അതെന്ന് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു 2 ഇലക്ട്രോൺ ആദ്യം S നിന്ന് ചാടിപ്പോയി. അപ്പോൾ 2 എണ്ണം 3 എണ്ണം ആദ്യം പോകണമല്ലോ. അപ്പോൾ 2 എണ്ണം ഇവിടുന്ന് പോയി,
പിന്നെ ഒരെണ്ണം കൂടി ഇവിടുന്ന് പോയി. അപ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരയ്ക്കാൻ എനിക്ക് ഒന്നുമില്ല. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അത് കളേർഡ് അല്ല. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം, എന്നാലേ കളർ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതങ്ങനെയാണെന്ന് മനസ്സിലായി. അടുത്ത നമ്മളെ ക്രോമിയത്തിൻ്റെ അവസ്ഥ നോക്കാം. ക്രോമിയം എന്ന് പറയുന്നത് സ്കൂട്ടി വി ക്ര. ഓക്കെ, ക്രോമിയം 24 അല്ലെ, 4 അതായത് 24 എന്ന് പറയുന്നത് 4s2 3d4 ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുക. പക്ഷേ അതിന് മാത്രം പ്രത്യേകത ഉണ്ടെങ്കിൽ അറിയാം, ഇത് ഇങ്ങോട്ട് ചാടും. നേരത്തെ നമ്മൾ കോപ്പറിനെ ഉണ്ടല്ലോ, ഇത് ഒരെണ്ണം ഇങ്ങോട്ട് ചാടിയിട്ട് ഇത് 4s1ഉം 3d5ഉം ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, അതൊരു എക്സെപ്ഷൻ ആണ്, അതിന് മാത്രമുള്ള ഒരു എക്സെപ്ഷൻ ആണ്, അതും കോപ്പർ മാത്രമുള്ള. ഇനി ഇതിൽ ചെയ്യുന്ന 2+ ആണ്. അപ്പോൾ 2 പ്ലസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരെണ്ണം പോയി. ഓക്കെ, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് പോയി. അപ്പോൾ 4. അപ്പോൾ 3d4 ആണ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ നോട്ടിൽ വൃത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 1 2 3 4. ഓക്കെ, അപ്പോൾ 4 ഉണ്ടല്ലോ. അപ്പോൾ അതിന് തന്നെയാണ് കളറിലെന്ന് മനസ്സിലായി. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, 4 സിംഗിളി ഒക്യുപൈഡ് ആയിരിക്കുക. അപ്പോൾ 4 ഉണ്ട്, അതുകൊണ്ട് 4 കളറിലതാണ് Cr2+ എന്ന് പറയുന്നത്. ഇനി സിങ്ക് 2+ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കി വെക്കാം. പക്ഷേ പെട്ടെന്ന് നോക്കി ഞാൻ പറഞ്ഞാൽ 4s2 3d10 ആണ് വരിക. ഓക്കെ, പിന്നെ 2 ഇവിടുന്ന് പോകും. 2 പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. 3d10 എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഒക്യുപ്പൈ ചെയ്യും. അത് അൺപെയ്ഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ കോപ്പർ പ്ലസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും. കാരണം അവസാനം 10 ഇപ്പുറത്ത് 1 ആ 1 ഈ ചാടി പോകുന്നത്. പിന്നെ 10 ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കളറില്ല. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ മറ്റേ ഒരു എൻട്രൻസ് മൈൻഡ് സെറ്റിൽ ഇതിന് കുത്തിക്കോളാം, ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പിന്നെന്താ പറയുന്നത്? റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ. നമ്മൾ ഡി ബ്ലോക്കിൻ്റെ കണ്ടല്ലോ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്. ഓൾ ആർ മെറ്റൽസ്, നേരത്തെ കണ്ടതേ സാധനം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഫോം കളേർഡ് കോമ്പൗണ്ട്സ്, അതേ സാധനം. ഷോ വേരിയബിൾ ഓക്സിഡേഷൻ, എല്ലാം അതേ സാധനം തന്നെ അല്ലേ, വേറൊരു ഭാഷയിൽ എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശരിയായ പോയിന്റാണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റിലേക്ക് വരാം. മോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. വൈ? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നീട്ടി എഴുതാൻ കഴിയണം. അത് ഒന്ന് അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്, അത് മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുന്നത്? ഡ്യൂ ടു ദ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്, ഡ്യൂ ടു ദ അൺപെയ്ഡ് ഡി ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇതിലൊന്ന് എഴുതിയാൽ മതി, രണ്ടും എഴുതി വെച്ചാൽ അത്രയും പോയിന്റ് കൂടിയല്ലോ. ഡ്യൂ ടു അൺപെയ്ഡ് ഇലക്ട്രോൺസ്. സംഭവം എങ്ങനെ കളർ കാണിക്കുന്നതെന്ന് അറിയോ? ദേ അബ്സോർബ് വിസിബിൾ ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ഫ്രീക്വൻസിനെ അവർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് അവർ എമിറ്റ് ചെയ്യും. പക്ഷേ എമിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന കോംപ്ലിമെൻ്ററി കളറായിട്ടായിരിക്കും. അബ്സോർബ് വേവ്ലെത്തിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. സംഭവം പറഞ്ഞാൽ ഇതിനെ കളർഡ് കോമ്പൗണ്ട് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ. ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലാന്ത്രോയിഡ് മെറ്റൽസിൻ്റെ ഈ ഒരു പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f ഓർബിറ്റലിൻ്റെ കാരണം കൊണ്ട്, അതിൻ്റെ സ്ക്രീനിങ് എഫക്റ്റിൻ്റെ ഒക്കെ കാരണം കൊണ്ട് അതെന്താവും, ലാന്ത്രോയിഡിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞ് വരും. അതിൻ്റെ മുന്നോട്ട് പോകുന്നതോറും സൈസ് കുറഞ്ഞു വരും. ഇപ്പോൾ ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ ഈസ് ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ആറ്റോമിക് റേഡിയസ് ഓർ അയോണിക് റേഡിയസ് അക്രോസ് ദ ലാന്ത്രോയിഡ് സീരീസ് ഡ്യൂ ടു പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f ഓർബിറ്റലിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ നടക്കുന്നു. ഇനി ഇത് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ആറ്റോമിക് റേഡിയോ or ionic radii across the actinoid series due to poor shielding effect of 5f ഓർബിറ്റ്. അത്രയുള്ള അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോകാം. റൈറ്റ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും. നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമ്പിൾ എഴുതി വയ്ക്കാൻ മനസ്സിലാവും. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 4s2 3d. അത് ഞാൻ 3d ഇവിടെ എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ നമ്പറിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ അങ്ങനെ എഴുതണമെന്നൊക്കെയാണ് വെപ്പ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 5 എണ്ണം ഇടുന്നു വിചാരിച്ചു. നമ്മൾ എഴുതുമ്പോൾ 3d5 4s2 അല്ലേ. ഇത് ജനറലി ഞാൻ എഴുതുന്നതെന്ന് അറിയാം. ഇതാണ് n എന്ന് എടുത്തോ, ഇത് n എന്ന് വിചാരിച്ചോ, ns. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്കിയുള്ളത് n-1 ആയിരിക്കുമല്ലോ, n-1d. ഓക്കെ, ജനറലായിട്ട് എഴുതുകയാണെന്നൊന്നും പ്രധാനമൊന്നുമല്ല, വെറുതെ പറഞ്ഞെന്ന് മാത്രം. n-1 4 3 അങ്ങനെ d ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 5 ആണ്. ഇവിടെ എത്ര വരെ ആകാം? ജനറലായിട്ട് ഇവിടുന്ന് 1 തൊട്ട് 10 വരെയുള്ള എന്തും ആയിക്കൂടെ ആകാം. അതുപോലെ ഇവിടെ 1 തൊട്ട് 2 വരെ പറ്റുള്ളൂ അല്ലേ? അതെ, അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ജനറലായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പിന്നെ ഇതിലുള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇത് കണ്ട. പിന്നെ വൈ തിങ്ക് നോട്ട് കൺസിഡർ ട്രാൻസിഷൻ മെറ്റൽ എലമെന്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ എന്തിനാണ് വിളിക്കുക? അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, അതായത് ഫ്രീ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അൺപെയർഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ എന്ന് വിളിക്കുക. പക്ഷേ സിങ്ക് ഹാസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ബോത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് കോമൺ ഓക്സിജൻ സ്റ്റേറ്റ്. അത് വെറുതെ വെക്കുന്ന സമയത്തായിക്കോട്ടെ 10 ആണുള്ളത്. പിന്നെ അതിൻ്റെ മാക്സിമം വരാൻ പറ്റുന്ന Zn 2+ ആണ്. 2+ പോയാൽ തന്നെ ആ 4sലാണ്. 4sൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 2 ഉണ്ട് 10 ഉണ്ട്, 3d 10 ഉണ്ട്. ആ എസ്സിലുള്ളതാണ് ആദ്യം പോവുക. അതുകൊണ്ട് 2+ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് വന്നാൽ പോലും ഇവിടെ 10 ഉണ്ട്. അൺപെയർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാനില്ല. അതുകൊണ്ട് അതൊരിക്കലും ഒരു ഇതായിട്ട് കൂട്ടില്ല, ട്രാൻസിഷൻ മെറ്റലായിട്ട് കൂട്ടില്ല. ഇത് മാത്രമല്ല, ഇതിൻ്റെ താഴെയുള്ള ഒരു
കാഡ്മിയം ഉണ്ട്, പിന്നെ മെർക്കുറി ഉണ്ട്, കോപ്പർനീഷ്യം ഉണ്ട്, ഇതിനൊക്കെ നമ്മളിങ്ങനെയാണ് കൂട്ടല്. ടങ്സ്റ്റൺ മെറ്റലായിട്ട് കൂട്ടാറില്ല. ഡി ബ്ലോക്ക് ഒക്കെ കേട്ടോ. റൈറ്റ് എനി ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ ആപ്ലിക്കേഷൻ ഇത്ര നേരം ഇതിന്റെ പ്രത്യേകത എഴുതി. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്ലിക്കേഷനാണ്? അലോയ്സ് ഉണ്ടാക്കാൻ, ലോഹങ്ങൾ നോക്കോ, യൂസ്ലെസ് കാറ്റലിസ്റ്റ്, ഇഷ്ടം പോലെ റിയാക്ഷൻ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ആർ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. എത്രയോ അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ഡി ബ്ലോക്കിലുള്ള മുഴുവൻ മെറ്റലല്ലേ, എന്തൊക്കെ ഉപകാരമുണ്ട്. TiO ഈസ് യൂസ്ഡ് ഇസ് പിഗ്മെന്റ് ഇൻഡസ്ട്രി. നിറങ്ങളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ പിഗ്മെന്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് TiO. പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാൻ കുറേ ഉണ്ടല്ലോ, അത് മതിയല്ലോ. പിന്നെ മാംഗനീസ് സിങ്കൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബാറ്ററിയിലൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ. അങ്ങനത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് എന്തൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അങ്ങനെ എഴുതുക, അത്രയേ ഉള്ളൂ. അടുത്തതാ, ഗിവ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺ. ക്രോമേറ്റിൻ്റെ ഡൈക്രോമേറ്റ് അയോണിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് DNF ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇടയ്ക്ക് ചോദിക്കലുണ്ട്. അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ്, മാത്രമല്ല അതിപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അത്ര ഈൽഡ് കിട്ടുന്നില്ല അത് പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അത് വെക്കാത്തത്. ഗിവ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ക്രോമേറ്റ് അയോൺ മഞ്ഞ നിറത്തിലാട്ടോ, ഇത് വെറുതെ വരച്ചില്ല, അതിൻ്റെ കളർ എങ്ങനെ തന്നെയാണ്. മഞ്ഞയാണെങ്കിൽ ഇത് ടെട്രാഹെഡ്രലായിരിക്കും ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവുക, കണ്ടില്ലേ, ഇങ്ങനെ 4 നിൽക്കും. അതേസമയം ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറയുന്നത് പക്ഷി പറക്കുന്ന ഒരു ഷേപ്പ് ആയിരിക്കും, കണ്ടില്ലേ. അതായത് 2 ബ്രിഡ്ജ് കണ്ടോ, 2 ടെട്രാഹെഡ്രൽ ജോയിൻഡ് ബൈ ഓക്സിജൻ ബ്രിഡ്ജ്. ഓക്സിജൻ ബ്രിഡ്ജ് കാരണം 2 ക്രോമിയം, ഇതേ സംഭവം തന്നെ, അങ്ങനത്തെ 2 ചേർത്തിട്ട് നടുക്ക് ഓ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡൈക്രോമേറ്റ് അയോൺ കിട്ടും. അതിൻ്റെ എന്ന് പറയുന്നത് ഡൈക്രോമേറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ അത് തമ്മിലാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. ഇതിൻ്റെ ചിത്രം തന്നിട്ട് ഇത് തിരിച്ചറിയുകയാണെങ്കിൽ ഇത് ക്രോമേറ്റ് എന്നും ഇത് ഡൈ ക്രോമേറ്റ് എന്നും മനസ്സിലാക്കുക. ക്രോമേറ്റ് 2 ഉള്ളത്, ഡൈ ക്രോമേറ്റ്, അതൊന്നുമില്ല, സിമ്പിളാണ്. അടുത്തത്, കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ്, ഓക്കെ, എൻ്റെ ഫേവറേറ്റ് ഇത് മഗ്നീഷ്യത്തിനാണ് തരാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ സെഡും തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇത് തരണമെന്നില്ല, ഇത് തന്നുകൊണ്ട് സുഖം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്കൂട്ടി മെൻ 5 25 ഇങ്ങനെ കണക്കാക്കണം. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം 2+ ആണ് കണ്ടുപിടിക്കേണ്ടത്. മഗ്നീഷ്യത്തിന് ഞാൻ നോർമലായിട്ടൊന്ന് എഴുതി നോക്കട്ടെ. മഗ്നീഷ്യം എഴുതുമ്പോൾ എങ്ങനെ വരും? ഞാൻ ലാസ്റ്റത്തെ മാത്രം എഴുതാണ്, ആർഗൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാലോ. അപ്പം 4s1 4s2 3d5. അപ്പം എന്തായി? 2 5 25, പെട്ടെന്ന് എഴുതാം. ഇനി മഗ്നീഷ്യം 2+ എഴുതുമ്പോൾ, അല്ല മാംഗനീസ് അല്ലേ, ഞാൻ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇത് മാംഗനീസ് ആട്ടോ, സോറി, വായന എന്തെങ്കിലും വീട്ടിട്ടുണ്ടെങ്കിൽ സോറി. 2+, അപ്പോൾ ഇവിടുത്തെ 2 പോയി. ഇനി 3d5 മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ആ 3d5നെ ഞാൻ ആ ഒരു പെട്ടിയിൽ വരച്ച് നോക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവും അൺപെയർഡ് ഉണ്ടോ എന്ന്. വെറുതെ കണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാനത് വരയ്ക്കുകയാണ്. 1 2 3 4 5. യെസ്, ഇനി അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാണ്. 5 എണ്ണാണ്, 1 2 3 4 5. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, 5 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്തായി? 5 ആയി. ഭയങ്കര അപാര മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കും. അപ്പോൾ μ എന്ന് പറയുന്നത് √n × n+2. ഇവിടെ 5 ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതുകയാണ്, 5 × എത്ര വരും? 5 × 7 വരും. ഓക്കെ, √35 വരും. √35 എന്ന് പറയുന്നത് എത്രയാണ്? 5.92 സംതിങ് ഉണ്ടാവും. വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക, അല്ലേ ഇത് തന്നെ ഇനഫ്. ഇത്രയും ബോർ മാഗ്നറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. കണ്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെയും കൊടുത്തിട്ടുണ്ട്. n × n+2 തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. ബോർ മാഗ്നറ്റിൽ കിട്ടും അപ്രോക്സിമേറ്റ്ലി. അപാര ഒരു മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്ന ഒരാളാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിലും. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഏതായിരുന്നു? അടുത്തോ മടുക്കരുത്, ഒരു പാഠം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ പാഠം കൂടി വേറെയുണ്ട്, ഇപ്പോൾ ഒന്നും മടുക്കരുത്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ ഓഫ് കോപ്പർ ഇൻ CuCN4. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലൊന്നും ഇവർ വരുമൊന്നും വെട്ടിപ്പോകൂല. ഇവർ ഇങ്ങനത്തെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ഉണ്ടാകും. അതാണ് അതിന് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നൊക്കെ പറയാൻ കാരണം. കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, ഈ സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ എത്ര ലിഗാൻഡ് കണക്ട് ചെയ്യുന്നു, ആ ഒരു നമ്പറിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി വാലൻസി എന്നും പറയാറുണ്ട്. രണ്ടും ഒരേ സംഭവമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സൈനൈഡ് എത്ര ഉണ്ട്? 4 ഉണ്ടല്ലേ. അപ്പോൾ 4 ഉത്തരം, സിമ്പിൾ. അങ്ങനത്തെ കുറച്ച് ചോദ്യം കൂടി മുമ്പിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് ടൈപ്പ് ഓഫ് ദ സ്ട്രക്ചറൽ ഐസോമറിസം ക്യാൻ ബി എക്സിബിറ്റഡ് ബൈ ഈ ഒരു സംഭവത്തിന്. അപ്പോൾ 4 ഐസോമർസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഇനി വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു ഹൈഡ്രേറ്റ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, പിന്നെ സോൾവേറ്റ് ഐസോമറിസം, പിന്നെ ഉള്ളതാണ് നമ്മുടെ ഒരു ലിങ്കേജ് ഐസോമറിസം. ആ സംഭവത്തിൽ വരുന്ന ഒരാളാണ് ഇവൻ. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. NO2, അതുപോലെ തന്നെ SCN, പിന്നെ ഒരാൾ CN, ഇവരൊക്കെ എവിടെയെങ്കിലും ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഐസോമർസത്തിൻ്റെ ചോദ്യമാണല്ലോ, ഉറപ്പാണ്. ഐസോമർസത്തിൻ്റെ ചോദ്യമാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലിങ്കേജ് ഐസോമർസത്തിൻ്റെ തന്നെയാണ്. എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്കറിയാം ഈ ഒരു NO2-ന് രണ്ട് തരത്തിൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ 1 അറ്റ് എ ടൈമാണ് അത് ഉപയോഗിക്കുക. NO2-ന് ഒന്നെങ്കിൽ NO2-ലെ N വെച്ചിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും ഒരു സമയം, അല്ലെങ്കിൽ ആ N-നെ അവിടെ വന്നിട്ട് O-നെ വെച്ചിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ രണ്ടും ഒരേ സമയം ഉപയോഗിക്കില്ല. ഒന്നെങ്കിൽ NO2-ലെ N ഉപയോഗിക്കും, അല്ലെങ്കിൽ NO2-ൻ്റെ തന്നെ O ഉപയോഗിക്കും. രണ്ട് കേസും വരുന്നുണ്ട്. അപ്പോൾ അതാണ് NO2-ൻ്റെ പ്രത്യേകത. ഇതിനെ നമ്മൾ ആംബിഡെന്തേറ്റ് ലിഗാൻഡ് എന്ന് പറയും. എപ്പോൾ വേണമെങ്കിലും ഏത് കൈയും ഉപയോഗിക്കാം, ആംബിഡെന്തേറ്റ് ലിഗാൻഡ്. പിന്നെ SCN-ൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ SCN-ൽ S വെച്ചിട്ട് ബോണ്ട് ഉണ്ടാക്കാം, NCS-ഉം ആകാം, N വെച്ചിട്ടും ബോണ്ട് ഉണ്ടാക്കാം. ഓക്കെ, പക്ഷേ ഒന്നേ ഒരു സമയം ഉപയോഗിക്കുള്ളൂ. CN പറയണ്ടല്ലോ, CN ആകാം, NC ആകാം, കാർബോനൈട്രേൽ. ഓക്കെ, അതാണ് സൈനൈഡും കാർബോനൈട്രേലും. ഇങ്ങനത്തെ സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് എന്തോ ഒരു ലിങ്കേജ് ഐസോമേഴ്സായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. ഇനി പിന്നെ പറയുന്നത് മൾട്ടി ദന്തേറ്റ് ലിഗാൻഡ്. നമ്മൾ ആദ്യം പഠിച്ച എന്താ മോണോദന്തേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കൈയുള്ള അല്ലെങ്കിൽ ഒറ്റ ടൈപ്പിൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഡൈദന്തേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ആംബിദന്തേറ്റ് എന്ന് പറയുന്നത് പല കൈ കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ 1 അറ്റ് എ ടൈം. അപ്പോൾ മോണോദന്തേറ്റ് ആയിട്ട് തന്നെയാണ് ഒരു സമയത്ത് നമ്മൾ കൂട്ടുക, പക്ഷേ അത് 1 അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ട്രൈ ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് പോളി അഥവാ മൾട്ടി ദന്തേറ്റ്. രണ്ടിലധികമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഇതാ പറയുക. പക്ഷേ മൾട്ടി അഥവാ പോളി ദന്തേറ്റിന് എവിടെ കണ്ടാലും നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, EDTA എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് ചെയ്തോളാം. EDTA അഥവാ എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് എല്ലാ ഒരു പരിപാടിയിലും പോളി ദന്തേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. 6 ഇതിൻ്റെ ഒരു വാലൻസി എന്ന് പറയുന്നത്. 6 എന്ന് പറഞ്ഞാൽ 6 കൈ കൊണ്ട് പിടിച്ചിരിക്കുക. അതെ, 6 ബോണ്ട് അതിനുണ്ടാക്കാൻ പറ്റുമോ അറ്റ് എ ടൈം. ഓക്കെ, ദ കോർഡിനേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ ഇത് ഞാൻ പറഞ്ഞല്ലോ, കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡറി വാലൻസ് തന്നെയാണ്. അതെന്ന് പറയുന്നത് ഇത് എത്ര എണ്ണം കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 6. അപ്പോൾ 6 അല്ലേ ഇവിടുത്തെ ഉത്തരം? അതെ, 6 തന്നെയാണ് ഇവിടുത്തെ ഉത്തരം. വെയിറ്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. 6 അങ്ങനെ എഴുതി കൊടുക്കുക. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ അല്ല കേട്ടോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അത് ഞാനൊന്ന് തിരുത്തി തരാം. യെസ്, അങ്ങനെ നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് വരികയാണ്. പിന്നെ ചോദിക്കുന്നത് ഡൈദന്തേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ ഓഫ് ഡൈദന്തേറ്റ്. 2-3 എക്സാമ്പിൾ ഞാനിവിടെ തരാം. ഒന്ന് C2O4 നിങ്ങൾക്ക് പറയാം, 2- ഇത് ഓക്സലേറ്റ് അയോൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഡൈദന്തേറ്റ് ആണ്. പിന്നെ പറയാനുള്ളത് എഥിലിൻ ഡയമീൻ എന്ന് പറയുന്ന സമയം, എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അല്ല, അത് EDTA. EN എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ എഥിലിൻ ഡയമീൻ എന്നാണ് അർത്ഥം. എഥിലിൻ 1,2 ഡയമീൻ, എഥിലിൻ ഡയമീൻ എന്നും കൂടി പറയുന്നുണ്ട്, എന്ന് സൂചിപ്പിക്കലുണ്ട്. ഇതൊരു ഡൈദന്തേറ്റ് ലിഗാൻഡ് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ C2O4 ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി വരുന്നത്, നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് പോളി ദന്തേറ്റ് ലിഗാൻഡ്. ഒന്നും നോക്കാനില്ല, പോളി കണ്ടു കഴിഞ്ഞാൽ എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്, EDTA. ഓക്കെ, നെയിം ആൻഡ് ആംബിദന്തേറ്റ് ലിഗാൻഡ് നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. ആരൊക്കെ? NO2, പിന്നെ SCN, പിന്നെ CN, അതിന് NC എന്നും പറയാം. ഇവന്മാരെയാണ് നമ്മൾ ആംബിദന്തേറ്റിൽ പഠിച്ചത്. അവന്മാർക്ക് ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക, 3 എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡൈദന്തേറ്റ് ലിഗാൻഡ്. എന്നെ സ്പീഡ് പോകുന്നേ കുഴപ്പമില്ലല്ലോ, ഉണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് കാണാം, വരുന്നില്ല. ഓക്കെ, ഡൈദന്തേറ്റ് ലിഗാൻഡിന് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും C2O4 2- ഓക്സിലേറ്റ് അയോൺ ഈസ് ഡൈദന്തേറ്റ് ലിഗാൻഡ് ഹിയർ. അപ്പോൾ അതും എഴുതുക, മുന്നോട്ട് പോവുക, മാർക്ക് കിട്ടും. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരും. ഇവിടെ ഒന്നും കാൽക്കുലേഷൻ കാര്യമായിട്ടില്ല, അതുകൊണ്ടാട്ടോ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ കാണാത്ത. പിന്നെ കൊബാൾട്ട് NH3 5 times, NO2, പിന്നെ Cl- ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ വായിച്ച സമയം കളയണ്ട. എന്താ പറയുന്നത്? ഇതിന് ആംബിദന്തേറ്റ് ലിഗാൻഡ് എന്ത് ആയിക്കോട്ടെ, NO2. ഓക്കെ, സെലക്ട് ദ ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ദ കോംപ്ലക്സ്. ഈ NO2 എന്നൊരു വാക്ക് കണ്ടാൽ അത് ആംബിദന്തേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിൽ വേണം. NO2 എന്ന് കണ്ടു കഴിഞ്ഞാൽ അതോടനെ ഒരു ലിങ്കേജ് ഐസോമെറിസമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് പോരാത്തതിന് NO2 ആംബിദന്തേറ്റ് ലിഗാൻഡ് അവർ ഇങ്ങോട്ട് പറയുകയും കൂടി ചെയ്യാം. പിന്നെ എന്താ സംശയം? ലിങ്കേജ് ഐസോമെറിസം മാർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തേക്ക് വരാം. ഫൈൻഡ് ദ സെക്കൻഡറി വാലൻസി ഓഫ് PT. ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ തന്നെ, എത്ര എണ്ണം കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് NH3 അത് 2 ഉണ്ട്, പിന്നെ ക്ലോറിൻ അതും 2 ഉണ്ട്, അപ്പോൾ 2 4 ഉണ്ട്. അപ്പോൾ 4, അതായത് 4 is the right answer. Answer is 4. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം, സ്പീഡ് പോവാണേ. ഐഡന്റിഫൈ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ എക്സിബിറ്റ് ലിങ്കേജ് ഐസോമെറിസം. ഇതിൽ ലിങ്കേജ് ഐസോമെറിസം കാണിക്കാൻ കഴിയുന്നിടത്തിന് ആരാ? നമുക്ക് നോക്കിയാൽ കാണാമല്ലോ, NO2 SCN ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഇതായിരിക്കുന്നു കണ്ടാൽ അത് മതിയല്ലോ, അവനല്ലേ. അതാണ് ലിങ്കേജ് ഐസോമെറിസം കാണിക്കുന്ന ആംബിദന്തേറ്റ് ലിഗാൻഡുള്ള നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡ്രോ ദ ഡയഗ്രാം വിച്ച് ഇൻഡിക്കേറ്റ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് d ഓർബിറ്റൽസ് ഇൻ ടെട്രാഹെഡ്രൽ ഫീൽഡ്. ഇത് എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ d ഓർബിറ്റലിന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് എനർജി ആദ്യം ഒരു എനർജിയിൽ നിൽക്കുകയായിരിക്കും. d ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു 5 എണ്ണമുള്ള ആളായിരിക്കും. അവർ നിൽക്കുമ്പോൾ മെല്ലെ അതിൻ്റെ എനർജി അങ്ങ് കൂടി വരും. അവർ എനർജി കൂടിയിട്ട് അതേത് ഫീൽഡിലാണെന്നനുസരിച്ചിരിക്കും. അതായത് ടെട്രാഹെഡ്രലാണോ ഒക്ടാഹെഡ്രലാണോ, 2 ടൈപ്പ് ആണെങ്കിലും ഏതാണ്ട് കാതിലിങ്ങനെ തന്നെ, എന്നിട്ട് അത് 2 എണ്ണമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സമയത്ത് ചോദിച്ചത് ടെട്രാഹെഡ്രലാണ്. ടെട്രാഹെഡ്രലിൽ T2G ആണ് മേലെ വരിക. T2G എന്ന് പറയുന്നത് ഈ ഒരു 5 എണ്ണം ഉണ്ടല്ലോ,
5-ൽ 3 ആൾക്കാർ മേലോട്ട് പോകും P2G. ഓക്കെ, അവർക്ക് ഒരു പേരുണ്ട്, DXZ DYZ അങ്ങനത്തെ പേരുണ്ട്, അതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ ഒരു 5 3 അവിടെ പോയി കഴിഞ്ഞാൽ 2 താഴെ ഉണ്ടാവുമല്ലോ, അവർ EG എന്ന് പറയും. ഓക്കെ, EG. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒക്ടാഹൈഡ്രൽ ഫീൽഡിലാണ് ഈ ഒരു G ഉപയോഗിക്കുക. ടെട്രാഹൈഡ്രൽ ഫീൽഡിൽ T2 ആൻഡ് E എന്നേ പറയാൻ പാടുള്ളൂ, G ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒക്ടാഹൈഡ്രലായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം, ഇതിനാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു എനർജി ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡയഗ്രം ഒരു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഡയഗ്രം നിങ്ങൾ പരമാവധി മനസ്സിലാക്കി പഠിക്കുക. ഇതിങ്ങനെ പറയുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, പറഞ്ഞതിൽ മാത്രമല്ലാണ്ട് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ഇത് പഠിക്കാൻ ശ്രമിക്കുക. 2 കമ്പയർ ചെയ്ത് പഠിക്കുക, ഒരെണ്ണം കൂടി ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ ഈ ഒരു 46 ഗിവൻ എക്സാമ്പിൾ ഓഫ് ഹെക്സാദന്തേറ്റ് ലിഗാൻഡ്. പോളിദന്തേറ്റിൽ നമ്മൾ ഒരേ ഒരാൾ പഠിച്ചത് എതിരും ഡൈമീൻ ടെട്രാസിറ്റേറ്റ്, അതായത് EDTA ആണ്. EDTA ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 6 ആണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇതല്ലേ ഹെക്സ എന്ന് പറയുന്ന 6 തന്നെ, ഒന്നും നോക്കണ്ട, അതങ്ങ് എഴുതിക്കോ, എതിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ നീട്ടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, EDTA എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് കോർഡിനേഷൻ നമ്പർ 6. കോർഡിനേഷൻ നമ്പർ 6 ഉള്ള ഏതാണെന്ന് കണ്ടറിഞ്ഞൂടെ? 4 ഇവിടെയാണ് 6 ഉണ്ട്. ഓക്കെ, ഇവിടെ 4 ഉള്ളത്, പിന്നെ 6 ഉള്ളത് ഇതല്ലേ ഉള്ളൂ, അത് തന്നെ ഉറപ്പിച്ചോ, നമ്പർ കൂട്ടി വെക്കുക. ആകെ 6 ഉണ്ടെങ്കിൽ അതാണ് കോർഡിനേഷൻ നമ്പർ, അത് തന്നെയാണ്. അടുത്ത് വെക്കുക, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ദ സെൻട്രൽ മെറ്റൽ ആറ്റം ഹാവ് ദ കോർഡിനേഷൻ നമ്പർ 6. അതേ ചോദ്യം തന്നെ, സോറി. സെലക്ട് ദ ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് അമംഗ് ദ ഫോളോയിങ്. ഇതിൽ ഹോമോലെപ്റ്റിക് ആയിട്ടുള്ള, ഞാൻ പറയട്ടെ, ഹോമോലെപ്റ്റിക് ഏതാ ഹെറ്ററോലെപ്റ്റിക് ഏതാന്ന് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നിർബന്ധമില്ല. നമുക്ക് ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ആൾക്കാർ, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാർ എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ, ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്, ഇതിലുണ്ട്, അതില്ലാത്ത ആകെ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനായിരിക്കും ഹോമോ എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ ഒരാളുള്ള കോംപ്ലക്സ്, ഒറ്റ ടൈപ്പുള്ള ആൾക്കാർ എത്ര വേണമെങ്കിലും ഉള്ള കോംപ്ലക്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അതാണ് ലോജിക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെ ആലോചിക്കാം. ഓക്കെ, ഐഡന്റിഫൈ ദ ലിഗാൻഡ് ഇൻ ദ NaCN4 കോംപ്ലക്സ്. എന്ത് സിമ്പിളാണ്, ഇവിടെ തന്നിട്ട് അതേതാ ലിഗാൻഡ് എന്ന്. ലിഗാൻഡ് ഏതാണെന്ന് അറിഞ്ഞൂടെ, ബ്രാക്കറ്റിനുള്ളിൽ. അതറിയില്ലെങ്കിൽ മറ്റേ വീഡിയോ കാണണേ, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പഠിക്കുകയും ചെയ്യണം. CN എന്ന് പറയുന്നത് സയനൈഡ് അയോൺ. ഓക്കെ, സ്പീഡ് പോവാം. അടുത്തത് ദ പ്രൈമറി വാലൻസി ഓഫ് ദ സെൻട്രൽ മെറ്റൽ അയോൺ. ഓക്കെ, ഇതിന്റെ പ്രൈമറി വാലൻസി ചോദിച്ചാൽ അവിടെ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതെന്താ പഠിപ്പിക്കാന്ന് വെച്ചാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ചാർജ് പഠിക്കണം, ഇതിന്റെ ചാർജ് പഠിക്കണം, ഇത് തമ്മിൽ കൂട്ടിയുണ്ടാകുന്ന ചാർജ് പഠിക്കണം, ആ ചാർജിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രൈമറി വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ഓക്സിഡേഷൻ നമ്പറാണ്, കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് പറയുന്നത്. നിങ്ങൾ അധികം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, ഞാൻ തൽക്കാലം ഇതിന്റെ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ക്ലോറിന്റെ ചാർജ് -1 ആണ് ഒരെണ്ണത്തിന്റെ. അപ്പോൾ 3 ഉണ്ടെങ്കിൽ ഇതിന്റെ തലയിൽ -1 ചാർജായി. പക്ഷേ ഈ ഒരു NH3 ഉണ്ടല്ലോ, അതിന് ചാർജ് ഇല്ല. അപ്പോൾ ഈ ഒരു -3 ഉണ്ടാക്കിയ +3 ചാർജ് ഇവിടെ ഉണ്ട്. ആ +3 ഉണ്ടാകുന്ന ഒറ്റൊരാളുടെ കോൺട്രിബ്യൂഷനാണ് CO. അപ്പോൾ CO മാത്രമാണ് +3 ഉണ്ടാക്കുന്നത് ഒരു ലോജിക്ക് വെച്ച് അങ്ങ് പറയും. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ നീട്ടി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് മുന്നോട്ട് പോവാം. ദ പ്രൈമറി വാലൻസി ഓഫ് ദ സെൻട്രൽ മെറ്റൽ, റൈറ്റ് 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് വെർണർ കോർഡിനേഷൻ തിയറി. ഞാൻ 3 തിയറി നിർബന്ധമായിട്ട് പഠിക്കാൻ പറഞ്ഞത്, വെർണർ തിയറി, CFT, പിന്നെ ഒന്നുകൂടി ഞാൻ മറന്നു. ആ സംഭവം അങ്ങനെ മറക്കരുത് കേട്ടോ, ഞാൻ ഉപദേശം പറഞ്ഞിട്ട് ഞാൻ തന്നെ മറന്നു. വെർണർ തിയറി, VBT, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, CFT, ആ 3 തിയറികൾ. അതിൽ വെർണർ തിയറിനെ പറ്റിയാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വെർണർ തിയറിൻ്റെ 2 പോസ്റ്റുലേറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോസ്റ്റുലേറ്റ് എഴുതിയേക്കാം. മെറ്റൽ പൊസസസ് 2 ടൈപ്സ് ഓഫ് വാലൻസി, 2 വാലൻസികളുണ്ട്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. അതിൻ്റെ വേറൊരു പേരെന്തൊക്കെയാണ്? പ്രൈമറി വാലൻസി നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ, സെക്കൻഡറി വാലൻസി എന്ന് പറയുന്ന കോർഡിനേഷൻ നമ്പർ. ഒന്ന് അയോണൈസബിൾ ആണ്, ഒന്ന് അയോണൈസബിൾ അല്ല. അതങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രൈമറി വാലൻസീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ദ നെഗറ്റീവ് അയോൺസ്. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്നത് ഈ നേരത്തെ കണ്ടല്ലോ CL- പറഞ്ഞുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, ഇവന്മാരെ പോലെയുള്ളവരാണ് ഇതിന് അങ്ങനത്തെ ഓക്സിഡേഷൻ നമ്പറൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റേതാണെങ്കിലോ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് അത് ലിഗാൻഡ് ആണ് അതിന് അങ്ങനത്തെ ഇത് കൊടുക്കുന്നത്. ലിഗാൻഡിന്റെ നമ്പർ അനുസരിച്ചല്ലേ ഇത് പറയാം സെക്കൻഡറി വാലൻസി, അതായത് കോർഡിനേഷൻ നമ്പർ പറയാം. അപ്പോൾ അതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 പോയിന്റ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടും. ഇനി എന്താ ഉള്ളത്? ഇനിയുണ്ട്, ഇങ്ങനെ എഴുതിയതിന് വാട്ട് ഈസ് സ്പെക്ട്രോകെമിക്കൽ സീരീസ്? അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലേ നമ്മൾ അതിൽ പഠിച്ചത്. ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് ഓരോ മെറ്റലിനെ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ല, സെൽ പൊട്ടൻഷ്യൽ വെച്ചിട്ട് അതിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ഓർഡർ ആയിരുന്നു, ഇൻക്രീസിങ് ഓർഡറിൽ. പക്ഷേ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയിലനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. CFEC എന്നൊക്കെ പറയും, CFTC അല്ല, CFSC എന്നാണ് അതിന് പറയാം. അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന സ്പെക്ട്രോകെമിക്കൽ സീരീസ്. പിന്നെ പറയുന്ന ഡയഗ്രാം ടു ഷോ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹൈഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാങ്ക് പേജ് അടുത്ത ഇത് നോക്കാം. സ്പെക്ട്രോകെമിക്കൽ സീരീസ് അറേഞ്ചസ് ലിഗാൻഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിൻ്റെ അനുസരിച്ച് ഓർഡർ ആക്കുന്ന ലിഗാൻഡിനെയാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്.
പിന്നെ ഇത് ഡയഗ്രാം നേരത്തെ നോക്കിയാൽ നേരത്തെ ആയിട്ടുള്ള വ്യത്യാസം തമ്മിൽ നേരത്തെ T2G ഇവിടെ ഇപ്പോൾ T2G താഴെയാണുള്ളത്, നേരത്തെ അത് മേലെയായിരുന്നു. ഓക്കെ, ഇത് T2G ആണ്, ഇവിടെ G തന്നെ എഴുതാം, അവിടെ T2 എന്നാണ് എഴുതി, ഇവിടെ EG. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പുറത്തെ ഇവിടെ ഇതാണ് ഇവിടെ മേലെ T2G താഴെ EG, ഇവിടെ അത് തിരിഞ്ഞു, മേലെ ഇട്ട് 2 താഴെ 3 എന്നുള്ള സംഭവം. മറ്റേതല്ല അതുപോലെ തന്നെ, അത് ഞാൻ അധികം വരച്ചിട്ട് വെറുപ്പിക്കുന്നില്ല, സംഭവം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. 5 ഉള്ളത് ഇങ്ങനെയാവുന്നു, പിന്നെ അതിങ്ങനെയായിട്ട് മാറും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടും കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി ഇവിടെ കഴിയാണ്. അപ്പോൾ കുറേ നേരം വളുകളാണെന്ന് ചില എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു നോട്ട് വാങ്ങുക, പഠിക്കുക. നോട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നന്നായിട്ട് പഠിക്കുക. പിന്നെ ചോദ്യങ്ങൾ പിന്നെയും ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സമയം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇനിയും ചോദ്യം ചെയ്യാം. ഓക്കെ, ഒരു പരീക്ഷ വരെ കഷ്ടപ്പെടുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.